റമളാനിലൂടെ റയ്യാനിലേക്ക് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ നിരാശരാക്കൂല എന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ഖുദ്സിയായ ഹദീസ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അറാദ അബ്ദി അൻ യഅമല സയ്യിഅ, എൻ്റെ അടിമകൾ ഒരു തെറ്റു ചെയ്യാൻ തീരുമാനിച്ചാൽ, എൻ്റെ അടിമകൾ ഒരു തെറ്റു ചെയ്യാൻ തീരുമാനിച്ചാൽ, ഫലാ തക്തുബൂഹാ അലൈഹി ഹത്താ യഅമലഹാ, അവര് പ്രവർത്തിക്കുന്നതുവരെ അതിനെ നിങ്ങൾ എഴുതി വെക്കരുത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. മനസ്സിലൊരു തെറ്റു ചെയ്യാൻ താല്പര്യമുണ്ടായി, തെറ്റു ചെയ്യാനുള്ള ആഗ്രഹവുമുണ്ടായി, തെറ്റ് ചെയ്യാൻ മനസ്സിൽ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചു, ഒരു പ്രീ പ്ലാൻ നമ്മൾ ചെയ്തു, തെറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് പ്ലാനുകളൊക്കെ ചെയ്തു, ഒരുങ്ങി നിൽക്കുന്നു. അവസാന സമയം അയാൾ അല്ലാഹുവിനെ പേടിച്ച് തെറ്റിൽ നിന്ന് പിന്മാറി എങ്കിൽ ഫലാ തക്തുബൂഹാ, ആ തെറ്റിനെ എഴുതി വെക്കരുത്, ആ തെറ്റിനെ, തിന്മയുടെ ഏടിൽ അയാൾ പ്ലാൻ ചെയ്തത്, അയാൾ തീരുമാനിച്ചത്, പദ്ധതി ആവിഷ്കരിച്ചത്, ഇതൊന്നും അവിടെ എഴുതി വെക്കരുത് എന്ന് അല്ലാഹുവിന്റെ മലക്കുകളോട് പറയുന്നുണ്ട്. ഫഇൻ അമിലഹ, ഇന്നയാൾ ആ തെറ്റ് ചെയ്താലോ, ഫക്തുബൂഹാ ബിമിസ്ലിഹാ, ആ ചെയ്ത തെറ്റ് അതേപോലെ എഴുതി വെക്കാൻ പറഞ്ഞു. ഒരു തെറ്റു ചെയ്താൽ ഒരു തെറ്റായി അവിടെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. വഇൻ തറകഹാ മിൻ അജ്ലി, ഞാൻ കാരണം, നേരത്തെ നമ്മൾ പറഞ്ഞു തെറ്റ് ഒഴിവാക്കിയാൽ എഴുതി വെക്കൂല എന്ന്. തെറ്റു ചെയ്യാൻ തീരുമാനിച്ചു, കള്ളു കുടിക്കാൻ തീരുമാനിച്ചു, പിന്നെ അയാൾക്ക് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്രതീക്ഷിച്ച പോലെ പ്ലാൻ നടന്നില്ല, അയാൾ കള്ളുകൂടി ഒഴിവാക്കി എങ്കിൽ അല്ലാഹു അത് എഴുതി വെക്കൂല. ഇനി കുടിച്ചാൽ അത് അതേപോലെ എഴുതി വെക്കും. ഇനി ഫഇൻ അമിലഹാ ഫഇൻ അമിലഹാ വഇൻ തറകഹാ മിൻ അജ്ലി, ഞാൻ കാരണം ആ തെറ്റിനെ അയാൾ ഒഴിവാക്കിയാൽ, സാഹചര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നെ പേടിച്ചുകൊണ്ടൊരാൾ തെറ്റിനെ ഒഴിവാക്കിയാൽ ഫക്തുബൂഹാ ലഹു ഹസന, അതൊരു പ്രതിഫലമായി, ഒരു നന്മയായി അയാളിൽ എഴുതി വെക്കണം. തെറ്റു ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ തെറ്റു ഒഴിവാക്കിയതിനെ ഒരു നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വഇദാ അറാദ അൻ യഅമല ഹസന, നന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു, ഫലം യഅമൽഹാ, നന്മ അയാൾ ചെയ്തില്ല, തീരുമാനിച്ചതേ ഉള്ളൂ. ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ വളരെ മനോഹരമായ ഒരു ബിൽഡിംഗ് നിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ 1,00,000 രൂപയെങ്കിലും എനിക്ക് കൊടുക്കണം, ഒരു പവൻ സ്വർണ്ണാഭരണമെങ്കിലും എന്റെ ഒരു ഓഹരിയായി, എന്റെ ഒരു ഷെയറായി എനിക്ക് നൽകണം എന്നൊക്കെ തീരുമാനിച്ച് 4-5 ദിവസം വാലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതൊക്കെ മറന്നു. ഈ ആവേശമൊക്കെ പോയി. എങ്കിലും ഫലം യഅമൽഹാ, ചെയ്യാൻ അവന് അല്ലെങ്കിൽ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഫക്തുബൂ ലഹു ഹസന, അതും ഒരു നന്മയായി എഴുതി വെക്കണം. മനസ്സിന്റെ ആഗ്രഹം, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, സ്വതക്ക ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നന്മയായി എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ അമിലഹാ, ഇനി അവർ അത് ചെയ്താലോ ഫക്തുബൂഹാ ലഹു ബിഅശ്രി അംസാലിഹാ, അവർ ചെയ്യുന്ന ഒരു നന്മയെ 10 പ്രതിഫലം മുതൽ 10 മുതൽ ഇലാ 700 ഇരട്ടി വരെ, 700
ഒരു നന്മയെ അയാൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 700 പ്രതിഫലം വരെ അദ്ദേഹത്തിന് ലഭിക്കാം. 700 പ്രതിഫലം വരെ ഒരു നന്മയ്ക്ക് ലഭിക്കാം. ആ നന്മയുടെ തുടക്കം 10 മുതലാണ്. ഒരു നന്മയ്ക്ക് 10 വെച്ചിട്ടാ തുടങ്ങുക. ഒരു നന്മ ചെയ്യുമ്പോഴേക്കും 10 പ്രതിഫലം നിങ്ങളുടെ നന്മയുടെ ഏടിൽ എഴുതി വെച്ചു. പിന്നെ നിങ്ങളുടെ ഇഖ്ലാസിന്റെ ഏറ്റക്കുറവനുസരിച്ച്, നിങ്ങളുടെ ഇഖ്ലാസിന്റെ വേവ് ലെങ്ത് അനുസരിച്ച്, ഇഖ്ലാസിന്റെ ഗ്രാഫ് അനുസരിച്ച് അത് 10 മുതൽ 700 വരെ എത്താം. അല്ലെങ്കിൽ 10-ൽ തന്നെ ഒതുങ്ങാം. 100-ലെത്താം, 200-ലെത്താം, 300, അങ്ങനെ 700 വരെ എത്തിപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വളരെ പ്രധാനം ഇഖ്ലാസാണ്. ഏത് പ്രവർത്തനങ്ങളായാലും വളരെ പ്രധാനം ഇഖ്ലാസാണ്. ആ ഒരു ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ കാണിച്ചാൽ അതിനുള്ള മാറ്റങ്ങൾ അല്ലാഹു നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും അല്ലാഹു അവസരം നൽകും. മഹാനായ ദാവൂദ് ഇബ്നു സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹം നമ്മൾക്കറിയാം ലോകത്തെ അറിയപ്പെട്ട ചക്രവർത്തിമാരിൽ, രാജാക്കന്മാരിൽ പ്രമുഖനായ ഒരു പ്രവാചകനാണ്. അല്ലാഹു എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും സ്ഥാനമാനങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിച്ച വലിയൊരു മഹാനാണ്. അദ്ദേഹം ധർമ്മസമരം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് കുതിരകൾ ഉണ്ടായിരുന്നു. ആ കുതിരകളെ എന്തെന്നില്ലാത്ത സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില ആളുകൾക്ക് അങ്ങനെയാണ്. വാഹനങ്ങളോട് നല്ല പ്രിയമുള്ള ആളുകളുണ്ടാകും, വാഹനങ്ങളോട് കമ്പമുള്ള ആളുകളുണ്ടാകും. അഥവാ വാഹനങ്ങൾ അതിനെ സ്നേഹിച്ച് അതിനൊരു പൊടി പോലും തട്ടാതെ, അതിനെവിടെങ്കിലും സ്ക്രാച്ച് വീണാൽ മനസ്സിന് വല്ലാത്ത വിഷമം, അത്ര സൂക്ഷ്മതയോടെ നമ്മുടെ വണ്ടികളെ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അതേപോലെ കുതിരകളോട് വലിയ സ്നേഹമായിരുന്നു മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. അദ്ദേഹം ഒരു ദിവസം ഈ കുതിരയുമായി സമയം ചെലവഴിച്ച്, കാറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ ഭംഗിയാക്കാനും അതിനെ വൃത്തിയാക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തൂലേ, അതേപോലെ കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സമയം ഒരുപാട് ചെലവഴിച്ചു. അസ്ർ നിസ്കാരം അദ്ദേഹത്തിന് ഖളായി പോയി. അസ്ർ നിസ്കാരം ഖളായി പോയി, സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുത്തു. മഗ്രിബ് ബാങ്കിന്റെ സമയമായി. ആ സർവ കുതിരകളെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. താൻ ഇഷ്ടപ്പെടുന്ന ഈ സർവ കുതിരകളുടെയും കഴുത്തിനെ മുറിച്ചു മാറ്റി, കഴുത്തിനെ അറുത്തുമാറ്റി. എന്റെ നിസ്കാരം നഷ്ടപ്പെടാൻ കാരണമായ ഒരു വാഹനം എനിക്ക് വേണ്ട. അല്ലാഹുവുമായുള്ള മുനാജാത്താണ് നിസ്കാരം. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് അവസാനമായി ഉപദേശിച്ചത് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ഇനി നാളെ നമ്മൾ മരിച്ച് പുനർജനിക്കപ്പെടുമ്പോ നമ്മോട് ആദ്യമായി ചോദിക്കപ്പെടുന്നതും നിസ്കാരത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു സുഖവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സർവ്വ കുതിരകളുടെയും കഴുത്തിനെ മുറിച്ചു മാറ്റി. ആർക്ക് വേണ്ടി? ഈസാറൻ ലിമഹബ്ബത്തില്ലാ, അല്ലാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അല്ലാഹുവിന് വേണ്ടി തന്റെ സുഖങ്ങളെ വെട്ടിമാറ്റാൻ, അല്ലാഹുവിന് വേണ്ടി തന്റെ വികാരങ്ങളെ മാറ്റി നിർത്താൻ, ത്യജിക്കാൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തയ്യാറായപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പെട്ടെന്നൊരു പകരം നൽകുകയുണ്ടായി. ഇത് കുതിരയല്ലേ വാഹനം, കുതിരയെക്കാളും നല്ല വാഹനം അല്ലാഹു അദ്ദേഹത്തിന് നൽകുകയാണ്. അതെങ്ങനെ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വവഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് ഇദ് ഉരിദ അലൈഹി ബിൽ അശി സ്വാഫിനാതുൽ ജിയാദ് فقال إني أحببت حب الخير عن ذكر ربي
حتى توارت بالحجاب. ഈ ആയത്തിന്റെ പശ്ചാത്തലം അദ്ദേഹം ഇങ്ങനെ ഒരു കുതിരയെ അറുത്തുമാറ്റിയതാണ്. അതിന് പകരം അല്ലാഹു എന്താ കൊടുത്തത്? ഒരു കാറ്റിന് നൽകി. എനിക്ക് വേണ്ടിയാണല്ലോ ഒഴിവാക്കിയത്. ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ എനിക്ക് വേണ്ടി ത്യജിക്കാൻ ഒരാൾ തയ്യാറായതിന്റെ പേരിൽ അല്ലാഹു പകരമായി നൽകിയതൊരു കാറ്റാണ്. കുതിരയിലൂടെ മാസങ്ങളോളം സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ ആ കാറ്റ് എന്ന് പറയുന്ന വാഹനത്തിൽ ഒരു സെക്കൻഡ് ഇരുന്നാൽ മതി. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ഒരു വാഹനമായി അല്ലാഹു ഒരു കാറ്റിനെ നൽകി. ആ കാറ്റ് വരുമ്പോഴേക്കും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിൽ കയറിയിരുന്നാൽ സുലൈമാന വഅൽഖൈനാ അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ് ولقد فتنا سليمان وألقينا على كرسيه جسدا ثم أناب قال رب اغفر لي وهب لي ملكا لا ينبغي لأحد من بعدي إنك أنت الوهاب فسخرنا له الريح تجري بأمره رخاء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി വല്ലതും ത്യജിക്കാൻ തയ്യാറായാൽ മൻ തറക ലില്ലാഹി ശൈആ, അല്ലാഹുവിന് വേണ്ടി വല്ലതും ത്യജിക്കാൻ ഒരാൾ തയ്യാറായാൽ ഇല്ലാ അബ്ബദഹുല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാളും നല്ല ഒരു പകരം അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ശരി, അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനേക്കാളും നല്ല ഒരു പകരം അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. മഹാനായ ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, റൂമുകാരനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ് ശുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്ക മുശ്രിക്കീങ്ങൾ ഇറക്കി വിട്ടപ്പോൾ, ആട്ടിയോടിച്ചപ്പോൾ മഹാനായ ശുഹൈബ് റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു അസുഖം കാരണം പോകാൻ പറ്റിയില്ല. എന്തോ ഒരു കാരണത്താൽ അവരുടെ കൂടെ ഇറങ്ങി പോകാൻ പറ്റിയില്ല. ഒറ്റയായി എല്ലാവരും പോയി. ആൾക്കൂട്ടത്തിൽ പോയാൽ മതിയായിരുന്നു, പക്ഷേ ആൾക്കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ല, ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒറ്റയ്ക്ക് ആരും കാണാതെ തന്റെ കുതിരയുടെ മുകളിൽ കയറി, തന്റെ വാഹനത്തിന്റെ മുകളിൽ കയറി മദീനയിലേക്ക് പുറപ്പെടുന്ന വിവരം ആരറിഞ്ഞു? മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അറിഞ്ഞു. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി ശുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ വന്നു. ശുഹൈബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നേരെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി. പർവ്വതത്തിന്റെ മുകളിൽ കയറി താഴെ നിൽക്കുന്ന സർവ്വസന്നാഹവുമായി കടന്നു വന്ന മക്ക മുശ്രിക്കീങ്ങളുടെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമ്പെയ്യുന്ന ആളാണ്, ആർച്ചറി അറിയുന്ന ആളാണ്. ഞാനൊരു ലക്ഷ്യം മുന്നിൽ വെച്ച് അമ്പെയ്താൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എന്റെ കയ്യിൽ 40ഓളം അമ്പുകളുണ്ട്. ലാ തസിലൂന ഇലയ്യ ഹത്താ അളഅ ഫീ കുല്ലി റജുലിൻ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്യാൻ എന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ ഈ 40 അമ്പുകൾ കൊണ്ട് 40 പേരെയും ഞാൻ ഭഗവരുത്തും, നിങ്ങളെ ഒന്നിനെയും ഞാൻ വിടൂല. ഇനി എന്റെ കയ്യിലുള്ള ഈ ആവനാഴിയിലുള്ള അസ്ത്രങ്ങളൊക്കെ തീർന്നുപോയാൽ ദാ എന്റെ കയ്യിൽ വാളുണ്ട്. ഞാൻ ജീവിക്കാൻ കൊതിക്കുന്നവനല്ല, മരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഒന്നിനെയും ഞാൻ വെറുതെ വിടൂല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിങ്ങള് റോമിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മക്കയിലേക്ക് വന്നിട്ട് ഇവിടെ കച്ചവടം നടത്തി, ഇവിടെ ബിസിനസ് നടത്തി, നല്ലൊരു മുതലാളിയായി, നല്ലൊരു സമ്പന്നനായി, സമ്പത്തും കൊണ്ട് അങ്ങോട്ട് മദീനയിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ? ഏതോ ഒരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നിട്ട് ഇവിടെ കുടിയേറി പാർത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്ത് ഇവിടെ ബിസിനസ് നടത്തി എന്നിട്ട് വലിയ മുതലാളിയായി സമ്പത്തും കൊണ്ട് മദീനയിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ സമ്പത്താണോ നിങ്ങൾക്ക് വേണ്ടത്?
എന്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വീടിന്റെ ഇന്നാലിന്ന ആ മേഖലയിൽ പോയാൽ, ഇന്നാലിന്ന സ്ഥലത്ത് പോയാൽ ഞാൻ ഇത്ര ആഴത്തിൽ എന്റെ ജീവിതത്തിന്റെ സർവ്വ സമ്പാദ്യങ്ങളും കുഴിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ ഇന്നാലിന്ന ഭാഗത്ത് ഇത്ര ആഴത്തിൽ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി പടുത്തുയർത്തിയ എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഞാൻ അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാം എടുത്തോളൂ. പക്ഷേ എന്നെ നിങ്ങൾ ശല്യം ചെയ്യാതെ സ്വതന്ത്രമായി എന്നെ മദീനയിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കണം. ഇവർക്ക് വേണ്ടത് സമ്പത്തായിരുന്നു. ഇവരിത് കേൾക്കേണ്ട താമസം സ്വതന്ത്രമായി കടന്നു പോകാൻ മഹാനായ ശുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ അനുവദിക്കുകയുണ്ടായി. അപ്പോഴേക്കും ഒരു ആയത്തിറങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن الناس من يشري نفسه ابتغاء مرضات الله. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ വിൽക്കുന്നവരുണ്ട് നബിയേ. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ വിൽക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ഇറക്കി കൊടുക്കുകയാണ്. അങ്ങനെ മദീനയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചത് അബാ യഹ്യ റബിഹൽ ബൈഉ യാ അബാ യഹ്യ. അല്ലയോ ശുഹൈബ് എന്നവരെ, നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുകയാണ്. സ്വന്തം ശരീരത്തെ നിങ്ങൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിന് നിങ്ങൾ വിറ്റുവരികയാണല്ലോ. നിങ്ങളുടെ ഈ കച്ചവടം വിജയിച്ചിരിക്കുകയാണ്, വളരെ ലാഭമുള്ള കച്ചവടമാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പരിശുദ്ധമായ ആയത്തോതുകയുണ്ടായി. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിറ്റതിന് പകരം അല്ലാഹു തആല നിങ്ങളുടെ കച്ചവടം സ്വീകരിച്ച് നിങ്ങളെ ആദരിച്ചിരിക്കുകയാണ് എന്ന് മഹാനായ ശുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് വേണ്ടി നമ്മുടെ സമ്പാദ്യങ്ങളെ, നമ്മുടെ സുഖങ്ങളെ, നമ്മുടെ സൗകര്യങ്ങളെ ത്യജിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനേക്കാളും നല്ല പകരം അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നാണ് ID ഫ്രഷ് എന്ന് പറയുന്ന PC മുസ്തഫയുടെ വയനാട്ടിലുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ഒരു വരുമാനം, ഏകദേശം 1 കോടിയോളം വരുന്ന നല്ല ഒരു ലാഭം ലഭിക്കാൻ പോകുന്ന ഒരു ബിസിനസിന് ഒരു കമ്പനി ഞങ്ങളുമായി സൈൻ ചെയ്തു. ഞാൻ അതിന്റെ സ്റ്റഫുമായിട്ട് ചോദിച്ചു, എന്താണ് ഞങ്ങളുടെ ഈ ഇഡലിയുടെ മാവും കൊണ്ടുപോയി നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സ്റ്റഫ് പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരിച്ചത് ഞങ്ങളുടെ ബിസിനസിന്റെ ഒന്നും കൂടി ആഴത്തിലിറങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒന്നും കൂടി വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നോട് ആ സ്റ്റഫ് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് 1 വർഷത്തേക്കുള്ള കരാറുമായി ഈ ID ഫ്രഷുമായി സൈൻ ചെയ്യാൻ കാരണം ഇത് കള്ളു കുടിക്കുന്ന പിന്നെ ബീവറേജിലേക്കുള്ള ഒരു സ്നാക്കായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ടപ്പോ എനിക്ക് എന്റെ ലാഭമെല്ലാം എന്റെ മനസ്സിൽ നിന്ന് മിന്നിമറഞ്ഞു. കാരണം ബീവറേജിലേക്ക്, കുടിയന്മാർക്ക്, ഒരു ഹറാമായ മേഖലകളിലേക്ക് ഞാൻ ഉണ്ടാക്കിയ എന്റെ സമ്പാദ്യം പോവരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് അവരുമായിട്ടുള്ള ഇടപാട് വലിയൊരു ലാഭം എന്റെ തുടക്കത്തിലാണ്, എന്റെ ബിസിനസിന്റെ തുടക്കമാണത്. ഞങ്ങൾ പിച്ച വെച്ച് വളരുന്നേയുള്ളൂ. പക്ഷെ അല്ലാഹുവിന് വേണ്ടി എനിക്കത് മാറ്റിവെക്കാൻ കഴിഞ്ഞപ്പോ അതിന്റെ ബർക്കത്ത് കൊണ്ടാവണം ഇന്ന് 1000 കോടിയുടെ ആസ്തിയുള്ള വലിയൊരു മുതലാളിയായി PC മുസ്തഫ എന്ന് പറയുന്ന വയനാടിലുള്ള ചെറുപ്പക്കാരൻ മാറിയത്. ഇഡലിയുടെ ബിസിനസ്സാണ്, വടയുടെ ബിസിനസ്സാണ്. അപ്പൊ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ത്യാഗം നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ, നമ്മുടെ സമ്പാദ്യങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറായാൽ, നമ്മുടെ സുഖങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറായാൽ, നിങ്ങൾ എന്താണോ മാറ്റിവെച്ചത്, നിങ്ങൾ മാറ്റിവെക്കുന്നത് 1 കോടിയാണെങ്കിൽ അതിന് 100 കോടി പകരം തരാൻ അല്ലാഹുവിന് കഴിയാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയില്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി സുലൈഖ എന്ന് പറയുന്ന കൊട്ടാരത്തിലെ രാജ്യ തയ്യാറായപ്പോ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി. ആ പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രേമിക്കുകയുണ്ടായി. പെണ്ണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രേമിച്ചു. വഹമ്മ ബിഹാ
ലൗലാ അർറാ ബുർഹാന റബ്ബി, അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി തിരിച്ചും പ്രേമിക്കുമായിരുന്നു. വഹമ്മ ബിഹാ, യൂസുഫ് നബി തിരിച്ചും പ്രേമിക്കുമായിരുന്നു. സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, ആരെയും പേടിച്ചിട്ടല്ല. അല്ലാഹുവിന്റെ ബുർഹാൻ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. കദാലിക ലിനസ്രിഫ അൻഹു السوء والفحشاء, യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന് തിന്മയെ തടയാൻ വേണ്ടിയിട്ടാണത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, എന്റെ നിഷ്കളങ്കരായ അടിമകളിൽപ്പെട്ടവരാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നിങ്ങൾക്കറിയാലോ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തെന്നിമാറിയപ്പോ വസ്തബഖൽ ബാബ, യൂസുഫ് നബി അലൈഹിസ്സലാം ഓടിയപ്പോ പിന്നാലെ ഓടിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പെണ്ണ് പിടികൂടുകയുണ്ടായി. വഖദ്ദത് ഖമീസഹു മിൻ ദുബരിൻ, പിൻഭാഗത്തിലുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കീറുകയുണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആരും കാണാതെ അടച്ചിട്ട മുറിയിൽ ഒരു രാജകൊട്ടാരത്തിലെ രാജ്ഞിയാണ് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി തന്റെ സുഖങ്ങളെ മാറ്റിവെക്കുകയാണ്. ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടാണോ? അല്ല, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്റെ റബ്ബിന് ഇഷ്ടപ്പെടൂലല്ലോ എന്ന് വിചാരിച്ചാണ് മാറ്റിവെക്കുന്നത്. അങ്ങനെയാണ് കുതിരയോട് ആശ്രമിച്ചത്. അപ്പോഴേക്കും പിന്നിൽ നിന്ന് കുപ്പായം പിടിച്ചു. കുപ്പായം പിൻഭാഗത്ത് നിന്ന് കീറുകയുണ്ടായി. ആ പിൻഭാഗത്ത് നിന്ന് കുപ്പായം കീറി. അങ്ങനെ വാതിലിന്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ വാതിലിന്റെ മുമ്പിൽ ആ കൊട്ടാരത്തിലെ രാജാവിനെ കാണുകയുണ്ടായി. തന്റെ ഭർത്താവിനോട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഈ പെണ്ണ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച യൂസുഫിന് എന്ത് ശിക്ഷയാണ് ഞങ്ങൾ നൽകേണ്ടത്? വിഷയം നേരെ മാറി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ തലയിലായ വിഷയം. യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വെച്ച് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച ഈ മനുഷ്യൻ എന്ത് ശിക്ഷയാണ് നമ്മൾ കൊടുക്കുക? മാ ജസാഉ മൻ അറാദ ബിഅഹ്ലിക സൂആ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം, ഒന്നുകിൽ ജയിലിലടക്കണം അല്ലെങ്കിൽ ശക്തമായ ശിക്ഷ നൽകണമെന്നാണ് പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ വികാരങ്ങളിൽ കൂടെ നിൽക്കാത്തതിന്റെ പ്രതികാരമാണിത്. ജയിലിലടക്കണം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നൽകണമെന്നാണ് പറഞ്ഞത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തെറ്റുകാരനല്ല, ഞാൻ നിരപരാധിയാണ്. എന്നെ വഞ്ചിച്ചതാണ്, ഞാൻ വഞ്ചിച്ചിട്ടില്ല. അപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി ആളുകൾ കടന്നു വന്നു. അവസാനം തീരുമാനമായി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം മുൻഭാഗത്ത് നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് നബി അങ്ങോട്ടേക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പെണ്ണ് തടയുമല്ലോ. തടയുന്നതിന്റെ ഭാഗമായിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം കീറിയതാവാം. നേരെ മറിച്ച് പിൻഭാഗത്താണ് കുപ്പായം കീറിയതെങ്കിൽ അത് പെണ്ണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം ഒരു പെണ്ണ് ഓടുമ്പോഴാണല്ലോ പിന്നിൽ നിന്ന് പിടിക്കുക, അപ്പോഴാണല്ലോ കുപ്പായം കീറുക. ഏതായാലും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി, ജയിലിലടക്കുകയുണ്ടായി. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബിസ് സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അല്ലാഹുവേ, ഈ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് ജയിലിൽ കിടന്നു മരിക്കലാണ്. ഹറാമിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് ജയിലിൽ കിടന്നു മരിക്കലാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അതിനു പകരം അല്ലാഹു നൽകിയതെന്താ? അല്ലാഹുവിന് വേണ്ടി വലിയൊരു സുഖത്തെ മാറ്റിവെച്ചപ്പോൾ അല്ലാഹു പകരം നൽകിയതെന്താ? വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി, ആനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പുതിയ ഒരു സംവിധാനങ്ങൾ നൽകുകയാണ്. യതബവ്വഉ മിൻഹാ ഹൈതു യശാ യുസീബു ബിറഹ്മതിനാ മൻ
നശാ വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ഒരാളുടെയും പ്രതിഫലം ഞാൻ നഷ്ടപ്പെടുത്തൂല. എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന് പകരം നൽകാതെ ഞാൻ ഒരാളെയും വെറുതെ വിടൂല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പകരം നൽകിയത് ആ കൊട്ടാരത്തിന്റെ അധികാരിയാക്കി അല്ലാഹു മാറ്റുകയാണ് ചെയ്തത്. ജയിലിൽ അടക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായപ്പോ ആ കൊട്ടാരം മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിലായി. സ്വന്തം പിതാവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നഷ്ടപ്പെട്ടു പോയ പിതാവ് വർഷങ്ങളോളം കാണാതെ അകന്നു നിന്ന പിതാവിനെ വർഷങ്ങളോളം കാണാതെ അകന്നു നിന്ന് തന്റെ കൊച്ചനുജനെ, തന്റെ ജ്യേഷ്ഠന്മാരെ, തന്റെ മാതാവിനെ, തന്റെ കുടുംബങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരുടെ കൂടെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള കുടുംബ ജീവിതം നയിക്കാൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു അവസരം നൽകിയത് അല്ലാഹുവിന് വേണ്ടി ഒരു സുഖത്തെ ഒഴിവാക്കി എന്ന കാരണത്താലാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മുടെ സുഖങ്ങളെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയുകയാണ്, നമ്മൾ വിദ്യാർത്ഥിനികളാണ്, കോളേജുകളിൽ പഠിക്കുന്നവരാണ്, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്, ഡിഗ്രി പഠിക്കുന്നവരാണ്, PG പഠിക്കുന്നവരാണ്, കലാലയങ്ങളിൽ പഠിക്കുന്നവരാണ്. എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കും ഒരു ബോയ് ഫ്രണ്ട് വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ. എല്ലാവർക്കും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ. എല്ലാവർക്കും ലവേഴ്സ് ഉണ്ട്, എനിക്കും അത് വേണ്ടേ എന്ന് ചിന്തിക്കുന്നവർ. എല്ലാവരും അത് ചെയ്യുമ്പോ നിനക്കതിനുള്ള സൗന്ദര്യമുണ്ട്, നിനക്കതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, നിനക്കതിനുള്ള കഴിവുണ്ട്. പക്ഷേ എന്റെ റബ്ബിന് വേണ്ടി അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതെ, പ്രണയത്തിന്റെയോ പ്രേമത്തിന്റെയോ കുരുക്കുകളിൽ പെടാതെ, എന്റെ റബ്ബിന് വേണ്ടി ഞാനത് മാറ്റിവെക്കുന്നു എന്ന് ഒരു പെണ്ണോ ഒരാണോ തീരുമാനിച്ചാൽ അതിനേക്കാളും നല്ലൊരു പകരം അല്ലാഹു നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം നൽകാതിരിക്കില്ല. ദാമ്പത്യ ജീവിതം പൊതുവെ തകർന്നു പോകുമ്പോ, പൊതുവെ വളരെ പ്രയാസത്തിലാകുമ്പോ, അല്ലാഹുവിന് വേണ്ടി ഈ അനാവശ്യമായ ഹറാമുകൾ നിങ്ങൾ ഒഴിവാക്കിയതിന്റെ പേരിൽ അല്ലാഹു തആല വളരെ സുന്ദരന്മാരായ, സുന്ദരികളായ, സുമുഖന്മാരായ, നല്ല അല്ലാഹുവിനെ പേടിയുള്ള സാലിഹീങ്ങളായ, സാമ്പത്തിക ശേഷിയുള്ള, നിങ്ങളെ പരസ്പരം മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന ഇണകളെ അതിനു പകരം അല്ലാഹു നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. പ്രേമിച്ചു തുടങ്ങിയ കല്യാണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ എത്തുമ്പോഴേക്കും പ്രയാസങ്ങൾ തുടങ്ങുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ എത്തുമ്പോഴേക്കും സംശയരോഗം തുടങ്ങുന്നുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ യൗവനത്തിൽ സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല മുഅ്മിനീങ്ങളെ. അതിനേക്കാളും നല്ല പകരം അല്ലാഹു നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. അതുകൊണ്ട് എന്ത് ഉപേക്ഷിക്കുകയാണെങ്കിലും, എന്തു ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാനും, അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാനും, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുള്ള നല്ലൊരു മുതലാളിയാണ്, വലിയ വീടെടുക്കാം. ഇന്നെല്ലാവരും എണീറ്റിക്കലൊന്ന് ചെറുതായിട്ടൊന്ന് എണീറ്റുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ. ഒരാൾക്ക് വലിയ വീടെടുക്കാം, ഇസ്ലാമികമായിട്ട് അത് തെറ്റല്ല. നല്ല വാഹനം വാങ്ങാം, ഇസ്ലാമികമായിട്ട് തെറ്റല്ല. നല്ല വസ്ത്രം ധരിക്കാം, ഇസ്ലാമികമായിട്ട് തെറ്റല്ല. മസ്കനുൻ വാസിയ, വിശാലമായ വീട്, അതേപോലെ നല്ല വസ്ത്രം ധരിക്കുന്നതൊക്കെ തെറ്റല്ല. അള്ളാഹുവിനത് ഇഷ്ടമാണ് എന്നാണ്. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ അത് ഒഴിവാക്കിയാലോ, നല്ല സമ്പത്തുള്ള വലിയ കോടീശ്വരൻ റബ്ബിന് വേണ്ടിയിട്ട്, എനിക്ക് നബി തങ്ങളൊക്കെ ജീവിച്ചത് ചെറിയ വീട്ടിലല്ലേ, എനിക്ക് അങ്ങനെ ഒരു ചെറിയ വീട് മതി എന്ന് പറഞ്ഞൊരാള് വീട് ചെറുതാക്കിയാലോ, നബി തങ്ങളൊക്കെ ചെറിയ ലോലമായ കുപ്പായങ്ങളൊക്കെ ധരിച്ച് ജീവിച്ച, ലളിതമായി ജീവിച്ച ആളാണ്, എനിക്ക് വലിയ കുപ്പായൊന്നും വേണ്ട, ചെറിയ കുപ്പായം മതി, ചെറിയ പൈസയുടെ വസ്ത്രമൊക്കെ മതി എന്നൊക്കെ തീരുമാനിച്ചാലോ, അതിനൊക്കെ പകരം അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ല. പൈസ ഉണ്ടെങ്കിൽ ആർക്ക് എങ്ങനത്തെ വസ്ത്രം ധരിക്കാം.
അത് തെറ്റല്ല. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഈ വസ്ത്രം ഒഴിവാക്കി ലാളിത്യം ഒരാൾ ഏറ്റെടുത്താൽ, അള്ളാഹുവിനോടുള്ള ആ തവാലു കൊണ്ട്, തവാലുൻ വിനയത്തോടുകൂടി അള്ളാഹുവിന് വേണ്ടി ഒരാൾ നല്ല വസ്ത്രങ്ങളെ ഒഴിവാക്കിയാൽ 10,000-ന്റെ പർദ്ദ ധരിക്കുക, 1000-ന്റെ പർദ്ദം ധരിക്കുക, 5000-ന്റെ ചെരുപ്പ് ധരിക്കുക, 200-300 രൂപയുടെ ചെരുപ്പും ധരിക്കുക. അതേപോലെ വസ്ത്രം, കന്തൂറ, തുണി, ഷർട്ടൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഈ 2 ലക്ഷത്തിന്റെ പേനയുണ്ട്, 5 രൂപയുടെ പേനയുണ്ട്, എല്ലാത്തിലും എഴുതുന്നത് ഒരുപോലെയാണ്. 2 ലക്ഷത്തിന്റെ പേനയുണ്ട്, 5 രൂപയുടെ പേനയുണ്ട്, 8 ലക്ഷത്തിന്റെ 25 ലക്ഷത്തിന്റെ വാച്ചുണ്ട്, 500 രൂപയുടെ വാച്ചുണ്ട്. സമയം എല്ലാത്തിലും ഒരുപോലെ കാണാം. ഒന്നിന് സ്പീഡ് പോകില്ല. 25 ലക്ഷം കൊടുത്തു പറഞ്ഞിട്ട് സമയം വേഗത്തിൽ പോകില്ല, അല്ലെങ്കിൽ വെറുതെ സ്ലോവും പോകില്ല. അപ്പൊ അതുകൊണ്ട് ഈ വാങ്ങുന്ന ആളുകൾക്ക് വാങ്ങുന്നത് കൊണ്ട് ഒരു വിരോധമില്ല, അത് തെറ്റല്ല. പക്ഷേ മൻ തറക്കൽ ലിബാസ്, ആരെങ്കിലും ഒരാൾ വസ്ത്രത്തെ അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചു, എന്തേ തവാലുഅൻ വിനയത്തോടുകൂടി ഉപേക്ഷിക്കുകയാണെങ്കിൽ, വഹുവ യഖ്ദിറു അലൈഹി, അയാൾക്കത് ചെയ്യാൻ കഴിയുക, വാങ്ങാൻ കഴിയുക, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുക, അള്ളാഹുവിന് വേണ്ടി അങ്ങനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ദഅഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അലാ റൂസിൽ ഖലായികി, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും മുമ്പിലൂടെ അള്ളാഹു അയാളെ വിളിച്ചു കൊണ്ടുവരുമെന്നാണ്. ഹത്താ യുഖയ്യിറഹു മിൻ അയ്യി ഹുലലിൽ ഈമാനി ശാഅ യൽബസുഹാ, ഏറ്റവും മനോഹരമായ ഉടയാടകൾ കൊണ്ടുവന്ന്, ഏറ്റവും മനോഹരമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവന്ന് അല്ലാഹു തആല ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ അയാളോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് കഴിയാം, പക്ഷെ അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഒഴിവാക്കിയാൽ അതിനേക്കാളും നല്ല പകരം അള്ളാഹു നൽകുമെന്നാണ്. മൻ ഖലമ ഗൈലൻ, ഒരാൾ ദേഷ്യം കടിച്ചു പിടിച്ചാൽ, അയാൾക്ക് ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആളുകളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാം. ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ തിരിച്ചതേ നാണയത്തിൽ ആക്രമിക്കാൻ അറിയാം. കേസ് കൊടുക്കുന്നവർക്ക് തിരിച്ചും കേസ് കൊടുക്കാൻ അറിയാം. അതിനേക്കാളും വലിയ കേസുകൾ ഫയൽ ചെയ്യാൻ അറിയാം. പക്ഷേ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകളോട് അതേ നാണയത്തിൽ പെരുമാറാതെ, മൻ ഖലമ ഗൈലൻ, സ്വന്തം ദേഷ്യങ്ങളെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് ക്ഷമിക്കാൻ ഒരാൾ തയ്യാറായി, വഹുവ ഖാദിറുൻ അലാ അയ്യൂഫിദഹു, അയാൾക്ക് സാധിക്കാം, ഇതൊക്കെ ചെയ്യാൻ കഴിയാം, എന്നിട്ടാണ് അയാൾ ക്ഷമിച്ചു നിന്നത്, ദഅഹുല്ലാഹു തബാറക വ തആല അലാ റൂസിൽ ഖലായിഖി, ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറാ ലോകത്ത് അല്ലാഹു അയാളെ വിളിച്ചുകൊണ്ട് പറയും, ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരി ശാഅ, അവൻ ഇഷ്ടമുള്ള ഹൂറുൽ ഐങ്ങളെ തെരഞ്ഞെടുക്കാൻ അയാൾക്ക് അവസരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തിരിച്ചടിക്കാൻ കഴിയാം, ആക്രമിക്കാൻ കഴിയാം, പക്ഷെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായാൽ ഇഷ്ടമുള്ള ഹൂറുൽ ഐങ്ങളെ തെരഞ്ഞെടുക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സുഖങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാവണം. അള്ളാഹുവിന് വേണ്ടി പ്രത്യേകിച്ച് ഹറാമായ മേഖലകൾ, ഹറാമായത് ആസ്വദിക്കാൻ നമ്മൾക്ക് അനുവാദമുണ്ട്. ഹറാമായ എല്ലാ ആസ്വാദനങ്ങളും, ഹറാമായ എല്ലാ സമ്പാദ്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ അതിനേക്കാളും നല്ല പകരം അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ആജില, ആർക്കെങ്കിലും ദുനിയാവിന്റെ സുഖങ്ങളാണ് വേണ്ടതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, അവൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഞാൻ ദുനിയാവിൽ നൽകിയേക്കാം. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. പിന്നെ ഈ ദുനിയാവിലുള്ള ഹറാമായ സുഖങ്ങളെല്ലാം ആസ്വദിച്ചതിന്റെ പേരിൽ അല്ലാഹു നാളെ നരകത്തിലിട്ട് പൊരിക്കുമെന്നാണ് പറഞ്ഞത്. ദുനിയാവിൽ സുഖം വേണോ? വ്യഭിചാരങ്ങളുടെ സുഖം, ഹറാമായ സമ്പാദ്യങ്ങളുടെ സുഖം, ഹറാമായ പാനീയങ്ങളുടെ സുഖം, എന്തൊക്കെയാണോ ഹറാമായ മയക്കുമരുന്നുകളുടെ, ലഹരികളുടെ സുഖങ്ങളെല്ലാം ആർക്ക് വേണമെങ്കിലും ഇവിടെ ആസ്വദിക്കാം. ആർക്ക് വേണമെങ്കിലും എന്തും
ഇവിടെ ചെയ്യാം, അതൊക്കെ അല്ലാഹു വേണ്ടുവോളം കോരി വാരിക്കോരി തരും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ നൽകുന്നത് ثم جعلنا له جهنم يصلاها مذموما مدحورا. നിന്യനായി അല്ലാഹു തആല ശാശ്വതനായി നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വമൻ അറാദൽ ആഖിറ, ഒരാൾ ആഖിറത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ദുനിയാവിന്റെ സുഖങ്ങളെ അയാൾ ആഗ്രഹിക്കുന്നില്ല. വസഅലഹാ സഅയഹാ, ആഖിറത്തിന് വേണ്ടി അയാൾ കഠിനാധ്വാനം ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അല്ലാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനങ്ങൾ അല്ലാഹു വെറുതെയാക്കൂല. അധ്വാനത്തിന് നല്ല ഒരു പകരം അല്ലാഹു നാളെ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി എല്ലാ ഹറാമായ സുഖങ്ങളും ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ അല്ലാഹു അതിന് പകരം നമ്മൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബ്ബാസ് എന്നവർക്ക് 11 വയസ്സാണ് പ്രായം. ആ സമയത്ത് 11 വയസ്സ് പ്രായമുള്ള അബ്ബാസ് എന്നവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 11 വയസ്സുള്ള കുട്ടി എത്ര ചെറുതായിരിക്കും. 11 വയസ്സുള്ള കുട്ടിയൊക്കെ നമ്മൾ കളിക്കാൻ നീ നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ പോയി കളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാൻ വിടുന്നവരാണ്. സുബഹി നിസ്കരിക്കാൻ നമ്മൾ പറഞ്ഞേക്കൂല, കാരണം ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടി വേണ്ട, ചെറിയ കുട്ടിയല്ലേ. വിളിക്കാൻ മാതാപിതാക്കൾക്ക് മനസ്സ് വരില്ല. അങ്ങനെയല്ലേ സത്യം അല്ലേ? ഉപ്പ എണീറ്റിട്ട് പള്ളിക്ക് പോകും, പക്ഷെ കുട്ടിക്ക് 10-15 വയസ്സിനിടയിലുള്ള കുട്ടികളെ വിളിക്കൂല. ഉപ്പാക്കൊരു വിഷമം, ചെറിയ കുട്ടിയല്ലേ. അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് പ്രയാസം. കുട്ടി ഇങ്ങനെ എണീക്കുന്നത്, ഓർക്കം തൂങ്ങുന്നത്. സത്യത്തിൽ ഈ സ്നേഹം കപട സ്നേഹമാണ്. ഈ സ്നേഹത്തെയാണ് കാപട്യം എന്ന് പറയുന്നത്. ആ പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് പറഞ്ഞില്ലേ, മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ആളുകൾ. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് കാപട്യമാണ്, ഇത് കപട സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ നിന്റെ മക്കളെ വിളിക്കും പള്ളിയിലേക്ക് പോകുമ്പോൾ. അവരുടെ പ്രയാസം നീ മൈൻഡ് ചെയ്യൂല, കാരണം നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നാളെ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. 10 വയസ്സായാൽ അവരെ നിസ്കരിപ്പിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിലെ ഉപ്പയും ഉമ്മയുമാണ് അവരെ ഉറങ്ങാൻ അനുവദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കാണ് നല്ല ചൂരൽ കൊണ്ട് അടികിട്ടേണ്ടത്. ആ വിളിക്കാതെ പോകുന്ന ഉപ്പുണ്ടല്ലോ, ആ ഉപ്പയ്ക്കാണ് ചൂരൽ നന്നായി പൊട്ടിക്കേണ്ടത്. ഉപ്പയ്ക്കാണ്. വിളിക്കാതെ അവരെ കിടത്തി ഉറക്കുന്ന ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മയ്ക്ക് പൊട്ടിക്കണം. മക്കൾ എണീറ്റ് പൊട്ടിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാൻ വിളിച്ചു, എന്താ എന്നെ വിളിക്കാത്തെന്ന് വെച്ചാൽ തിരിച്ചു പൊട്ടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹം നിങ്ങൾ കാണിക്കരുത്, കപടമായ സ്നേഹം നിങ്ങൾ കാണിക്കരുത്. നാളെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല ആ സുഹൃതം എന്ന ഒരു വിഷയമാണ് നാളെ ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ മാതാപിതാക്കൾ ഈ വിഷയം ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ സ്നേഹം ദീനിന്റെ വിഷയത്തിൽ സ്നേഹം കാണിക്കരുത്. കുറച്ചൊക്കെ റിസ്ക് ഒക്കെ സഹിക്കേണ്ടി വരും ദീനിന്റെ വിഷയമാകുമ്പോൾ. അവിടെ സ്നേഹം ആവശ്യമില്ല. അപ്പൊ ചെറിയൊരു 11 വയസ്സുള്ള മകനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയാണ്, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ഞാൻ ചില വിഷയങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, എന്നാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും. എങ്ങനെയാണ് നീ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? നിന്റെ കൈകൾ, നിന്റെ കാലുകൾ, നിന്റെ കണ്ണുകൾ, നിന്റെ ചെവികൾ അല്ലാഹുവിന് വേണ്ടി നീ സമർപ്പിക്കണം. ഹറാം കാണരുതേ, ഹറാം ചെയ്യരുതേ, ഹറാമിലേക്ക് നിങ്ങൾ നടക്കരുതേ. അല്ലാഹു തആല
പരിശുദ്ധ ഹബീബിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ഹദീസാണിത്. യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. ഉമ്മമാരെ മക്കളെ വിളിച്ചുകൊണ്ട് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കണം. 10 വയസ്സായാൽ വകതിരിവെത്തിയാൽ മക്കൾക്ക് പറഞ്ഞത് തിരിയുന്ന ഒരു സമയമായാൽ വകതിരിവെത്തിയാൽ അവരോട് പറയണം, യാ ഗുലാം, പൊന്നുമോനെ, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. ഇങ്ങനെ ഒരു അല്ലാഹുവുണ്ട്, ഇങ്ങനെ ഒരു രക്ഷിതാവുണ്ട്, ഇങ്ങനെ ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും മോനെ. അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, ശർറായ ഖലാഉകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സലാമത്താക്കും. യഹ്ഫദില്ലാഹ യഹ്ഫദുക. നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കോളേജിലായാലും നാട്ടിലായാലും കലാലയങ്ങളിലായാലും ക്യാമ്പസുകളിലായാലും ഗൾഫിലായാലും നാട്ടിലായാലും യഹ്ഫദില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദുക, അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നമ്മെ സൂക്ഷിക്കും. അല്ലാഹു നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു. എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത് അയാൾ സുന്നത്തുകൾ ചെയ്യുമ്പോഴാണ്. സുന്നത്ത് ചെയ്യുമ്പോഴാണ് ഒരാൾ എന്നിലേക്ക് അടുക്കുന്നത്. എന്താ സുന്നത്തുകൾ? ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ മുത്തബിഉസ്സുന്നയായി നബി തങ്ങൾ പഠിപ്പിച്ച സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ പിന്നെ നമ്മൾക്കുള്ള നേട്ടം എന്താണ്? ഹത്താ അകൂന ലഹു യദൻ ഔ അർജുല. അവന്റെ കൈകൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ കഴിവുള്ള കൈകളായി മാറും. അല്ലാഹുവിന്റെ പ്രത്യേകമായ കഴിവുകളുള്ള കാലുകളായി മാറും. അല്ലാഹുവിന്റെ സ്വാധീനമുള്ള കണ്ണുകളായി മാറും. അല്ലാഹുവിന്റെ സ്വാധീനമുള്ള ചെവികളായി മാറും. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ കണ്ണ് അല്ലാഹുവിന്റെ കണ്ണായി മാറിയാൽ നിങ്ങൾക്ക് പേടിക്കാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്റെ ഈ കണ്ണ് ഇത് അല്ലാഹുവിന്റെ കണ്ണായാൽ അഥവാ അല്ലാഹുവിന്റെ സ്വാധീനമുള്ള കണ്ണായാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ A to Z, നിങ്ങളുടെ മനസ്സിലുള്ള A to Z തുറന്നു പറയാൻ എനിക്ക് കഴിയോ ഇല്ലേ? കഴിയുമോ ഇല്ലേ? കഴിയൂലേ? ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. യെസ് ഓർ നോ? യെസ് അല്ല. എല്ലാവരും എന്റെ കണ്ണ് റബ്ബിന്റെ കണ്ണായാൽ നിങ്ങളുടെ ഹൃദയം വായിക്കാൻ എനിക്ക് കഴിയോ? കഴിയും. എന്റെ നാവ് അല്ലാഹുവിന്റെ നാവായി മാറിയാൽ, ഈ നാവ് അല്ലാഹുവിന്റെ നാവായി മാറിയാൽ, വലിയ ഒരു ക്യാൻസർ രോഗി ഇവിടെ വന്നിട്ട് ഉസ്താദെ എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അയാളെ നോക്കിയിട്ട് ഇശ്വി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശിഫ ലഭിക്കുമോ ഇല്ലേ? എന്റെ ചെവി അല്ലാഹുവിന്റെ ചെവിയായി മാറിയാൽ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും പിന്നിൽ നിന്ന് ആ പർദ്ദയിട്ട ഹിജാബിട്ട പെൺകുട്ടികൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റൂലേ? പറ്റും. എന്റെ കാലുകൾ അല്ലാഹുവിന്റെ കാലായി മാറിയാൽ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാൻ എനിക്ക് കാസർഗോഡ് എത്തണമെന്ന് വിചാരിച്ചാൽ എനിക്ക് എത്താൻ പറ്റൂലേ? മക്കത്തെത്തണമെന്നും വിചാരിച്ചാൽ എത്താൻ പറ്റൂലേ? എന്റെ കൈകൾ അല്ലാഹുവിന്റെ കൈയായി മാറിയാൽ ഒരു രോഗിയെ തടവുമ്പോഴേക്കും അയാളുടെ പ്രയാസമാണ്. അതാവണം. അങ്ങനെ ആകുമോ? അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, ഒന്ന് അല്ലാഹു നിർബന്ധമാക്കിയ ഫർളുകൾ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാനദണ്ഡം. ഒന്ന് അല്ലാഹു നിർബന്ധമാക്കിയ ഫർളുകൾ സമയത്ത് ചെയ്യണം. രണ്ട് തർക്കുമാ ഹറമല്ലാഹ്, അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. ഇൻ കേസ് പെട്ടുപോയാൽ ഉടനെ തൗബ ചെയ്ത് മടങ്ങുകയും വേണം. മൂന്ന് നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. A to Z നബി തങ്ങൾ പഠിപ്പിച്ച സർവ്വ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തണം. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ജനനം മുതൽ മരണം വരെ. അങ്ങനെയായാൽ നിങ്ങളുടെ കണ്ണുകൾ ഞാനായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസാണിത്. വളരെ സ്വീകാര്യമായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണിത്. ഈ രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ ഞാനായി മാറും. അപ്പോഴാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ
കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അങ്ങനെ പാടിയത് വെറുതെയല്ല, ഇത് നമ്മൾക്കും സാധിക്കുന്ന ഒരു വിഷയമാണെന്ന് അധ്വാനിച്ചാൽ മതി. ഇത് മുഹയ്യദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സല്ലല്ലാഹുൽ അസീസ് തങ്ങളുടെ പ്രത്യേകതയല്ല, നമ്മൾക്കും കഴിയും. മുഅ്മിനീങ്ങളെ, നമ്മൾ ആ ലെവലിലെത്തിയാൽ ലെവലിലെത്താനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോയോട് മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂശാതെ കൂകിപ്പാറപ്പിച്ച് വിട്ടോവർ. കോഴികളുടെ എല്ലിനെ നോക്കിയിട്ട് കൂവാൻ പറഞ്ഞപ്പോ കോഴി കൂവിക്കൊണ്ട് പാറിയത് ചത്തുപോയ ഒരു കോഴിയെ പുനർജീവിപ്പിച്ചത് അള്ളാഹുവിന്റെ നാവായി മാറിയാൽ സാധിക്കുമോ ഇല്ലയോ? അത് പറഞ്ഞാൽ മതി. ഇവിടെ അത്ഭുതങ്ങളൊന്നും കാണിക്കാനില്ല. മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ചർച്ച സോഷ്യൽ മീഡിയകളിൽ നടക്കാറുണ്ട്. മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും അത്ഭുതപ്പെടേണ്ട. ഈ നാവ് അള്ളാഹുവിന്റെ നാവായി മാറിയാൽ മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് നിഷേധിക്കുന്നവൻ മുഅ്മിനുമല്ല, മുസ്ലിമുമല്ല. മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമല്ല. എന്തുകൊണ്ട്? നബി തങ്ങളുടെ വളരെ സ്വഹീഹായ ഹദീസാണ്, സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ നാവായി മാറും, ചെവി അല്ലാഹുവിന്റെ ചെവിയായി മാറും, കണ്ണ് അല്ലാഹുവിന്റെ കണ്ണായി മാറും. എന്നാൽ അല്ലാഹുവിന്റെ സ്വാധീനമുള്ള നാവ് കൊണ്ട് മുമ്പ് ഇതിനില്ല. എണീക്കാൻ പറഞ്ഞാൽ എണീറ്റ് നടന്നൂടെ? എണീറ്റ് നടക്കാൻ അവർക്ക് കഴിയൂലേ? കഴിയുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്താണ് ഇതിൽ സംശയിക്കാനുള്ളത്? ഈ രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നിങ്ങളെയും സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. പെട്ടെന്നൊരു അപകടത്തിൽ ചാടേണ്ടതാണ്. ചാടി പാറി പറന്നു വരുന്ന ഒരു വാഹനത്തിനിടയിൽപ്പെട്ട് നിങ്ങളുടെ വാഹനം കുടുങ്ങി നിങ്ങൾ ചതഞ്ഞു മരിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സുവർണാവസരങ്ങൾ ഉണ്ടായി. തെറ്റു ചെയ്യാൻ എത്രയോ അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായി. ആരും കാണാതെ, ആരും അറിയാതെ പല തോന്നിവാസങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഇതുപോലെയുള്ള അപകടങ്ങളിൽ യാതൊരു പ്രയാസം സംഭവിക്കാതെ, യാതൊരു അപകടം സംഭവിക്കാതെ, പരിക്കുകളില്ലാതെ അള്ളാഹു നിങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, കണ്ണിന്റെ കാഴ്ചശക്തി 150 വർഷം വരെ നഷ്ടപ്പെടൂല. ചെവിയുടെ കേൾവിശക്തി 150 വർഷം വരെ നഷ്ടപ്പെടൂല. നിങ്ങളുടെ കാലിന്റെ ശക്തി 150 വയസ്സായാലും നിങ്ങൾക്ക് ക്ഷയിച്ചു പോകൂല. പള്ളിയിലേക്ക് യുവാക്കളെ പോലെ നടന്നു വരാൻ കഴിയും. നിങ്ങളുടെ കാലുകളുടെ, കൈകളുടെ ശക്തി ഒന്നും ക്ഷയിക്കൂല. നിങ്ങളുടെ എല്ലുകൾ ക്ഷയിക്കൂല, ശുഷ്കിക്കൂല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ യൗവന സമയത്ത്, യുവാവായിരിക്കെ 15 മുതൽ 40 വയസ്സുവരെയുള്ള സമയങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അപ്പോഴാണ് ചോരത്തിളപ്പുള്ളത്, അപ്പോഴാണ് ആവേശമുള്ളത്, അപ്പോഴാണ് തിന്മകളോടുള്ള പ്രവണതയുള്ളത്, അപ്പോഴാണ് കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യാനുള്ള ധിക്കാരം തോന്നുന്നത്. ഈ സമയങ്ങളിലെല്ലാം അള്ളാഹുവിന് വേണ്ടി നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ, ഹറാമായ ആഗ്രഹങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ നമ്മുടെ വാർദ്ധക്യം അള്ളാഹു ഏറ്റെടുക്കും. മുഅ്മിനീങ്ങളെ, വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് നിരാശയുണ്ടാവൂല. നിരാശ വേണ്ട, അള്ളാഹു കൂടെയുണ്ട്. കൂടെയുണ്ടാവണമെങ്കിൽ മൻ കാന മഅല്ലാഹ്. നമ്മൾക്ക് സന്തോഷമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. നമ്മൾക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. നമ്മൾക്ക് സൗകര്യമുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിൽക്കണം. ആകെ പ്രയാസങ്ങൾ വരുമ്പോ, കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുമ്പോ, ശാരീരികമായ രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുമ്പോ, ജനങ്ങൾക്കിടയിൽ അന്തസ്സില്ലാതെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാതെ, അങ്ങനെ നിങ്ങൾ ആകെ സങ്കീർണത കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയങ്ങളിൽ അല്ലാഹുവേ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങുന്നതിന് പകരം നിങ്ങളുടെ സുഖമുള്ള സമയങ്ങളിൽ, സന്തോഷമുള്ള സമയങ്ങളിൽ അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ, യൗവനങ്ങളിൽ അല്ലാഹുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ, അല്ലാഹുവിന് വേണ്ടി നിങ്ങളുടെ താല്പര്യങ്ങളെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായാൽ, അല്ലാഹു തആല നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ കൂടെയുണ്ടാകും. രോഗസമയത്ത് കൂടെയുണ്ടാകും. കടങ്ങൾ ഉണ്ടാകുമ്പോ കൂടെയുണ്ടാകും. ഏത് സമയത്താണോ നിങ്ങൾക്ക്
അല്ലാഹുവിന് വേണ്ടത്. ആ സമയത്ത് തജിദുഹു തുജാഹക, നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരുപക്ഷേ അത് അല്ലാഹുവാണ് എന്ന് നിനക്ക് തിരിയൂലെങ്കിലും നിനക്ക് അത്ഭുതകരമായ സഹായം ചെയ്യാൻ അല്ലാഹു നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിമറിക്കണം. തെറ്റുകൾ വരൂലേ? വരും, സ്വാഭാവികമാണ്. തെറ്റ് വരുമ്പോ പെട്ടെന്ന് തന്നെ ആ തെറ്റിലുള്ള കുറ്റബോധത്തോടു കൂടി റബ്ബിലേക്ക് മടങ്ങി തൗബ ചെയ്ത് നന്നായാൽ മതി. തീരെ തെറ്റ് ചെയ്യാതെ ജീവിക്കാനൊന്നും മനുഷ്യന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ തെറ്റൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. പൊന്നുമോനെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം മോനെ, എന്നാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ നീ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് തമീമി എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു പണ്ഡിതന്റെ ചരിത്രം നമ്മൾ ശ്രദ്ധിക്കണം. താബിഈങ്ങളിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. താബിഈങ്ങളിൽപ്പെട്ട വളരെ പ്രമുഖനായ ഒരു ആബിദാണ്. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്തേക്ക്. ഇന്നും നാളെയും മറ്റന്നാളും അല്ലേ? എത്ര ദിവസമുള്ള ഇനി? മറ്റന്നാൾ ദുആ ആണോ? അപ്പൊ നിങ്ങള് ഇതുവരെ സഹകരിച്ചതുപോലെ തന്നെ ഇനിയും സഹകരിക്കാം. കഴിയുമെങ്കിൽ നല്ലൊരു 500 രൂപയെങ്കിലും ഒരു മിനിമം എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടക്കും. 500 രൂപ കിട്ടാൻ മതി, കൂടുതലൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇന്നോ നാളേക്ക് ആയിട്ട് 500 രൂപ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഇന്നിപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ കയ്യിലുള്ളത് ഇഷ്ടം എന്താ ഉള്ളത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇട്ടോളി. ഇനി നാളെ വരുമ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ ബുദ്ധിമുട്ടിക്കല്ല, നിർബന്ധിപ്പിക്കല്ല. കഴിയുമെങ്കിൽ 500 രൂപയെങ്കിലും ബക്കറ്റിലിടാൻ വേണ്ടിയിട്ട് കരുതിക്കോ. കഴിയുമെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹു നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരട്ടെ. പിന്നെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇന്നലകളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു 5000 രൂപയും 6000 രൂപയൊക്കെ, അതൊക്കെ ഇൻഷാ അല്ലാഹ് സ്വാഭാവികം സാധാ നിങ്ങളുടെ സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നൽകിയാൽ മതി. എല്ലാറ്റിനും പഠിച്ചോൻ അർഹമായ പ്രതിഫലം നൽകും. ഒന്നും അള്ളാഹു തള്ളിക്കളയില്ല എന്നല്ല പറഞ്ഞത്. ഈ 5000 കൊണ്ട് നമ്മൾക്ക് നല്ലൊരു കുപ്പായം വാങ്ങിക്കാം. അള്ളാഹുവിന് വേണ്ടി അത് മാറ്റി വെച്ചിട്ട് കോളേജിന് കൊടുത്തു. ഈ 5000 കൊണ്ട് നമ്മൾക്ക് എവിടെങ്കിലും ടൂർ പോവാം, അത് മാറ്റി വെച്ചിട്ട് റബ്ബിന്റെ കോളേജിന് കൊടുത്തു. അതിന് പകരം പഠിച്ചോ നിങ്ങൾ ഒഴിവാക്കൂല. അതിനേക്കാളും നല്ല പകരം അള്ളാഹു നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, യാ ഗുലാം, അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് എങ്ങനെ? മഹാനായ ആമിർ ഇബ്നു അബ്ദുൽ ഖൈസ് തമീമി എന്ന് പറയുന്ന താബിആയ പ്രഗൽഭനായ പണ്ഡിതൻ, ആബിദാണ്, സാഹിദാണ്, വളരെ പ്രശസ്തനായ ആബിദാണ് അദ്ദേഹം ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വൈകുന്നേരമായപ്പോൾ എല്ലാവരും യാത്ര നിർത്തിവെക്കുകയും, സ്വാഭാവികമായി യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മരണ സമാനമാണ്. അതിന് AC ഉള്ള BMW വന്നാലും ശരി, ബെൻസ് കാറിൽ വന്നാലും യാത്രാ ക്ഷീണം തന്നെയാണ് അല്ലെ? യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതറിയാം. നിരന്തരം ഞാൻ ഇന്നലെ ഏകദേശം എന്റെ വീട്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി കണ്ണൂരായിരുന്നു നോമ്പ് തുറക്കാൻ. നോമ്പ് തുറന്ന് കണ്ണൂർ ജില്ല തളിപ്പറമ്പിൽ നിന്ന് 8 മണിക്ക് വിട്ടത് 10 മണി, 11, 12, 1, 1:30 മണിയാകുമ്പോഴാണ് ഇവിടെ രാത്രി എത്തുന്നത്. രാത്രി വരാൻ കാരണം എന്തേ? രാവിലെ വന്നാൽ അതിന്റെ ക്ഷീണം കൊണ്ട് പ്രസംഗിക്കാൻ കഴിയില്ല, യാത്രാ ക്ഷീണം കൊണ്ട്. അപ്പൊ നേരത്തെ വന്നിട്ട് കിടന്നുറങ്ങിയ ക്ഷീണം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വന്നത്. ഈ സാഹിബിന്റെ വീട്ടിൽ നല്ല ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വളരെ സൗകര്യമാണ്. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് യാത്രയ്ക്ക് അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും. ഇപ്പൊ ആളുകളൊക്കെ പറയും, വേളൊക്കെ പറയുമ്പോ എന്താ 2 മണിക്കൂർ വേല പറഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിക്കുക. ആളുകൾ എങ്ങനെ ചോദിക്കുക? പക്ഷെ 2 മണിക്കൂർ വേല പറയാൻ 12 മണിക്കൂറിന്റെ ത്യാഗമുണ്ട് എന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല. ഈ വാലിന്റെ 3 വർഷം, ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം ഒരു 3 വർഷമായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. 3-4 വർഷം പോയാൽ ഒരു 3-4 വർഷമായിട്ടുള്ളൂ ഈ ഫീൽഡില്. ഈ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട പാഠം ഞാൻ പഠിച്ചത് മൈക്കിന്റെ കാര്യമാണ്. മൈക്കിനെ കുറ്റം പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മേലെ ഖിയാമത്ത് നാൾ വരെ ഒരു മൈക്കിനെ ഞാൻ കുറ്റം പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള മൈക്കായാലും ഞാൻ ഇൻഷാ അല്ലാഹ് അതിങ്ങനെ തൃപ്തിപ്പെട്ടിട്ട് പ്രസംഗിക്കുന്നുള്ളൊരു തീരുമാനമാണ്.
കാരണം നമ്മളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിഷമമുണ്ടാവും, ആളുകൾക്ക് വിഷമമുണ്ടാവും. അതെന്താ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിയാത്ത ആളുകളാണെങ്കിൽ, ഓപ്പറേറ്റർമാർക്ക് അറിയില്ലെങ്കിൽ ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അറിയില്ല, അത് തിരിയില്ല. അറിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ പേരുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ ഫീൽഡിൽ വെച്ച് നമുക്ക് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഞാൻ നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇഖ്ലാസോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇഖ്ലാസാണല്ലോ എല്ലാത്തിനും പ്രധാനം, ഇഖ്ലാസാണല്ലോ. അപ്പോ മഹാനായ ആബിദായ ആമിർ ഇബ്നു അബ്ദു ഖൈസ് എന്ന് പറയുന്ന പ്രഗൽഭനായ ആബിദ് യാത്ര ചെയ്ത് യാത്രാക്ഷീണം കൊണ്ട് എല്ലാവരും വൈകുന്നേരമാകുമ്പോഴേക്കും അവരുടെ ഒട്ടകങ്ങളെ അവർക്ക് നൽകേണ്ട ഭക്ഷണങ്ങളൊക്കെ നൽകി, വെള്ളം നൽകി അവർ പോയി കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കുതിരയെ കെട്ടിയിട്ടു, ഒരു മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് അതിനു വേണ്ട പുല്ലുകളും വെള്ളവും എല്ലാം നൽകി മുസല്ലയും എടുത്ത് അവിടെ നിന്ന് ആരും കാണാതെ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ അവിടെ നിന്നും പതുക്കെ ആരും അറിയാതെ മാറി ഒരു മരത്തിന്റെ മറവിൽ കൊണ്ടുപോയി മുസല്ല വിരിച്ചു. ഇത് കൂടെയുള്ള ഒരു യാത്രക്കാരൻ കണ്ടു. ഇദ്ദേഹം മുസല്ലയായിട്ട് പോകുന്നത് കൂടെയുള്ള ഒരു യാത്രക്കാരൻ കണ്ടു. അപ്പൊ ആ യാത്രക്കാരൻ ഇദ്ദേഹം കാണാതെ വളരെ രഹസ്യമായി അദ്ദേഹത്തിന്റെ പിന്നാലെ കടന്നുപോയി. എന്താണ് അയാൾ ചെയ്യുന്നത് എന്നറിയാൻ. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ, യാത്രാക്ഷീണം കൊണ്ട് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ മഹാനായ ആമിർ ഇബ്നു അബ്ദു ഖൈസ് എന്നവർ ഒരു മരത്തിന്റെ തണലിൽ, ഒരു മരത്തിന്റെ മറവിലിരുന്നു കൊണ്ട് നിസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പരിപൂർണമായ നിസ്കാരമാണ്. അല്ലാഹുവിനെ പേടിയോട് ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരമാണ്. ഒരുപാട് സമയത്തെ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് നേരം നിസ്കരിച്ചു. സ്വാഭാവികമായി നമ്മൾക്ക് യാത്രാക്ഷീണം കൊണ്ട് നിസ്കരിക്കാനൊന്നും കഴിയില്ലെങ്കിലും ഇദ്ദേഹം ഒരുപാട് നേരം വളരെ വിശാലമായി ആത്മാർത്ഥമായി നിസ്കരിക്കുകയുണ്ടായി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി സഅൽതുക സലാസൻ, അല്ലാഹുവേ ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. റബ്ബേ ഫഅതൈതനി ഇത്നതൈൻ, 2 നീ എനിക്ക് തന്നിട്ടുള്ളൂ. വമനഅതനി വാഹിദ, ഞാൻ ചോദിച്ച 3 കാര്യങ്ങളിൽ 1 തരാതെ നീ തടഞ്ഞു വെക്കുന്നുണ്ടല്ലോ റബ്ബേ. എന്തിനാണ് തടയുന്നത്? 3ാമത്തെ കാര്യം കൂടി എനിക്ക് തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിച്ചു. അല്ലാഹുവേ ഞാൻ നിന്നോട് 3 കാര്യങ്ങൾ ചോദിച്ചു. അതിൽ 2 നീ എനിക്ക് തരുകയുണ്ടായി, നൽകുകയുണ്ടായി. 3ാമത്തേത് നീ എനിക്ക് തന്നില്ലല്ലോ റബ്ബേ. അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. ഈ ചെറുപ്പക്കാരൻ പിന്നിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട്, ഒളിഞ്ഞു നിന്നുകൊണ്ട് നിസ്കാരത്തെ വീക്ഷിക്കുന്ന ചെറുപ്പക്കാരനെ കാണാനിടയായി. എന്തെന്നില്ലാത്ത പേടി തോന്നി ആർക്ക്? നിസ്കാരക്കാരനായ ആബിദായ ആമിർ റളിയല്ലാഹു അൻഹുവിന് എന്തെന്നില്ലാത്ത പേടി തോന്നി. പിന്നിലൊരാളെ കണ്ടപ്പോ പേടിച്ചു വിറച്ചുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദയവ് ചെയ്ത് എന്നിൽ നിന്ന് കണ്ടത് നീ ആരോടും പറയരുതേ, നീ അത് മറച്ചു വെക്കണമെന്ന് പറഞ്ഞു. എന്താ കണ്ടത്? നിസ്കരിക്കുന്നതാ കണ്ടത്, അതാ മറച്ചു വെക്കാൻ പറയുന്നത്. നമ്മളൊക്കെ വേഗം പറയും, ഒരു സെൽഫി, ഒരു ഫോട്ടോ എടുത്തിട്ട് വേഗം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നു. ഉസ്താദ് വേദന വന്നല്ലേ രാത്രി 2 മണിക്ക് വെച്ചിട്ട് നിസ്കരിക്കുന്നത്, എന്നാ പിന്നെ മാർക്കറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കുന്ന കാലാണ് എല്ലാറ്റിനും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ആരും കാണാതെ ഞാൻ നിസ്കരിച്ചത് നീ ഒളിഞ്ഞു നിന്ന് നോക്കിയല്ലേ, നീ മറച്ചു വെക്കണം, ഒരാളോടും നീ പറയരുത്. ഞാൻ നിസ്കരിക്കുന്നത് കണ്ടത് ദയവ് ചെയ്ത് നീ ഒരാളോടും പറയരുത്, ആരെയും നീ അറിയിക്കരുത്, അല്ലാഹുവിന് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാം. അപ്പോഴേക്കും ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ അസ്തുറു അലൈക്, അല്ലാഹുവാണേ സത്യം, ഞാൻ മറച്ചു വെക്കൂല. ഞാൻ പറയും, എല്ലാവരോടും പോയി പറയും, നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടത് ഞാൻ എല്ലാവരോടും പോയി പറയും. ഇല്ലാ അൻ തുഖ്ബിറനി മാ ഹാദിഹി ദഅവാത്, നിങ്ങൾ ആ പ്രാർത്ഥിച്ച 3 പ്രാർത്ഥനകൾ എന്താണ് എന്ന് എന്നോട് പറയാതെ ഞാനിത് മറച്ചു വെക്കാൻ തയ്യാറല്ല. നിങ്ങൾ 3 കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം പറയുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു തന്നാൽ നീ അത് മറച്ചു വെക്കുമോ? ഞാൻ മറച്ചു വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അമ്മൽ ഊലാ, ഒന്നാമതായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അയ്യദ്ഹബ മിൻ ഖൽബി ഫിത്നത്തുൻ നിസാ,
സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായി ആളുകൾ പലപ്പോഴും പെട്ടുപോകുന്നത് സ്ത്രീകളുടെ ഫിത്നയിൽ നിന്നാണ്. പലപ്പോഴും പലരും പെട്ടുപോകുന്നത്. എത്രയോ വർഷം മഹല്ലുകളിൽ ജോലി ചെയ്ത ഉസ്താദുമാർ, എത്രയോ വർഷം രാഷ്ട്രത്തിന് നമ്മുടെ നാടിന്റെ നേതൃത്വം നൽകിയ മന്ത്രിമാർ, MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകന്മാർ എന്നിങ്ങനെ എത്രയെത്ര ആളുകൾ സ്ത്രീകളുടെ ഫിത്ന കാരണം അഭിമാനം നഷ്ടപ്പെട്ട് മുഖം നോക്കി നടക്കാൻ കഴിയാതെ സ്വന്തം വീടിനകത്തളങ്ങളിൽ ഒറ്റയ്ക്ക് കൂടി ആരും കാണാതെ ആരും അറിയാതെ ഇരിക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. സമുദായത്തിൽ നിന്നുള്ള അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. എന്താ കാരണം? ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മെസ്സേജ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ചാറ്റിങ്ങുകളായിരിക്കും, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീഡിയോ കോളുകൾ, ഏതെങ്കിലും ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധങ്ങള്, കല്യാണം കഴിച്ചവരാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇതിനെല്ലാം പുറമെ മറ്റേതെങ്കിലും പെണ്ണുകൾ വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണ്, സംശയം ചോദിച്ചു തുടങ്ങിയതാണ്, മസ്അല ചോദിച്ചു തുടങ്ങിയതാണ്, ഫത്വ ചോദിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി അവസാനം പ്രണയത്തിലേക്ക് എത്തി, അവിഹിത ബന്ധങ്ങളിലേക്ക് വരെ എത്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ അവരുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. പൊതുവെ എല്ലാവരുടെയും അന്തസ്സ് നഷ്ടപ്പെടുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവേ, സ്ത്രീകളുമായുള്ള എല്ലാ ഫിത്നയിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഫിത്നത്തുൻ നിസാഇൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആഇന്റെ പിറ്റേ ദിവസം തന്നെ മാ ഉബാലി ജിദാറൻ അമിംറ, ഒരു മതില് കാണുന്നതും ഒരു ചുമര് കാണുന്നതും ഒരു കല്ല് കാണുന്നതും ഒരു പെണ്ണിനെ കാണുന്നതും എനിക്കൊരുപോലെയാണ്. പെണ്ണിനോട് പ്രത്യേകമായ വികാരമില്ല, പെണ്ണിനോട് പ്രത്യേകമായ താല്പര്യമില്ല. ഒരു മരം കാണുന്നതും പെണ്ണിനെ കാണുന്നതും ഒരുപോലെയാണ്. അല്ലാഹുവിന്റെ ദുആഇനെ സ്വീകരിക്കുകയുണ്ടായി. മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യണം. പലരും പരാജയപ്പെട്ടു പോകുന്ന മേഖലയാണ്. അല്ലാഹു തആല ഇത്തരം ഫിത്നകളിൽ നിന്ന് നമ്മെ അല്ലാഹു കാത്തു സലാമത്താകട്ടെ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഫദഅഉതുല്ലാഹ തആല അയ്യദ്ഹബ മിൻ ഖൽബി മഖാഫത ദിജാൽ. ഒരാളെയും പേടിക്കാതെ, കമ്മിറ്റി ഭാരവാഹികളെ പേടിക്കാതെ, രാഷ്ട്രീയ നേതാക്കന്മാരെ പേടിക്കാതെ, പറയേണ്ടത് പറയാൻ, ചെയ്യേണ്ടത് ചെയ്യാൻ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും പേടിക്കാതെ ജീവിക്കാൻ അല്ലാഹുവേ എനിക്ക് നീ അവസരം നൽകണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഞാൻ പേടിക്കുന്നത് നിന്നെ മാത്രം, വേറെ രണ്ടാമതൊരാളെ എനിക്ക് പേടിക്കാനില്ല റബ്ബേ, നിന്നെ മാത്രം പേടിച്ചാൽ മതി, അതെനിക്ക് നീ തരണം എന്ന് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തപ്പോൾ ഫവല്ലാഹി മാ അസ്ബഹതു അഖാഫു ഇല്ലല്ലാഹ്, ഇന്നെനിക്ക് അല്ലാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും പേടിയില്ല. എന്ത് പറയാനും എന്ത് ചെയ്യാനും എനിക്ക് പേടിയില്ല. മൂന്നാമതായി ഞാൻ ചോദിച്ച് അല്ലാഹു എനിക്ക് ഉത്തരം നൽകാത്തത് അല്ലാഹു ഉത്തരം നൽകാത്ത മൂന്നാമത്തെ പ്രാർത്ഥന ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫദഅഉതുല്ലാഹ അയ്യുദ്ഹിബ അന്നി സിനതൻ നൗമി ഹത്താ അഅബുദല്ലാഹ ഉംരി കുല്ലഹ്, എന്റെ സകല സമയവും അല്ലാഹുവിന് വേണ്ടി ആരാധിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, ഒരുപോലെ ഉറങ്ങാതെ സർവ്വ സമയവും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നിൽ നിന്ന് ഉറക്കിനെ ഉയർത്തണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. എനിക്ക് ഉറക്ക് വേണ്ട, രാത്രി ഉറങ്ങാൻ എന്നെ അനുവദിക്കരുത്, പകലിലും ഉറങ്ങാൻ എന്നെ അനുവദിക്കരുത്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഉറക്ക് എന്ന് പറയുന്ന ആ ഒരു സുഖം വേണ്ടേ വേണ്ട, എടുത്തു മാറ്റണേ അല്ലാ എന്ന് ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹുവേ നീ എന്തേ എനിക്ക് ഉത്തരം തരാത്തത്, അല്ലാഹുവേ നീ എന്തേ എനിക്ക് ഉത്തരം തരാത്തത്, എനിക്ക് ഉറങ്ങാതെ നിന്നെ ആരാധിക്കണം അല്ലാ. ഇവരെങ്ങനെ ഇപ്പൊ നിസ്കരിക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാം. എല്ലാരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി സുബഹി വരെ നിസ്കരിച്ചു, ഉറങ്ങാതെ നിസ്കരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ദിക്റ് ചെല്ലാൻ വേണ്ടി ഒരല്പം മാറി നിന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പടച്ചോനോട് പറയുന്നത്, എന്റെ പടച്ചോൻ എനിക്ക് ദുആ ചെയ്തിട്ട് ഉത്തരം തരാത്തത്, അല്ലാഹുവേ എനിക്കെന്തേ നീ ഉത്തരം തരാത്തത്, എനിക്ക് ഉറങ്ങാതെ നിന്നെ ആരാധിക്കണം, അതുകൊണ്ട് എനിക്ക് ഉറക്കം നീ നൽകല്ല റബ്ബേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രങ്ങളിൽ കാണാം, അവസാന 2 വർഷം ഉറങ്ങിയിട്ടില്ല. അവസാന 2 വർഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന 2 വർഷം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ലയോ ഉമർ എന്നവരെ നിങ്ങൾക്ക് രാത്രി ഉറങ്ങിക്കൂടെ?
നിങ്ങളിങ്ങനെ ഉറങ്ങാതെ നടന്നാൽ ക്ഷീണിച്ചു പോകില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ രാത്രി ഉറങ്ങിയാൽ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ നാടിലൂടെ കടന്നു പോകും, നാട്ടിലുണ്ട്, പാവങ്ങളുണ്ട്, ഇവർക്കൊക്കെ ആര് കാവൽ നിൽക്കും? ഞാൻ ഉറങ്ങിയാൽ ആരാ കാവൽ നിൽക്കുക? ഞാനും കൂടി ഉറങ്ങിയാൽ പിന്നെ എല്ലാവരും ഉറക്കത്തിലാവൂലേ? എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനല്ല ഉത്തരവാദി. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഉറങ്ങാത്തതെന്നാണ്. എന്നാൽ രാവിലെ ഒരല്പം ഉറങ്ങിക്കൂടെ? രാവിലെ ഞാൻ അങ്ങനെ ഉറങ്ങാം. ഒരുപാട് ആളുകൾ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, എന്നെ അന്വേഷിച്ചുകൊണ്ട് വരൂലേ? ഒരുപാട് ആളുകൾ വരൂലേ? പള്ളിയിലെ ഖത്തീബിന്റെ അടുത്തേക്ക് വരൂലേ? ഖാലിയാറെ കാണാൻ വരൂലേ? ഖാലിയാർ ഉറങ്ങുകയാണെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടല്ലേ? പലപ്പോഴും അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് ഹോസ്പിറ്റലിൽ പോയാലുള്ള പ്രയാസം. ഡോക്ടർമാര് ടോക്കൺ കൊടുക്കും. 9 മണിക്ക് വാ, ഇത്ര ടോക്കൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് 9 മണിക്ക് പോകും. 9 മണിക്ക് പേഷ്യന്റ് എവിടെ എത്തിയാൽ ഡോക്ടർമാർ അവിടെ എത്തും. ഡോക്ടർമാർ എത്തണമെങ്കിൽ 11 മണി. അപ്പൊ ഈ കൊടുത്ത ടോക്കണുകളൊക്കെ കാത്തിരിക്കും. എത്ര മണി വരെ? 11 മണി വരെ. അങ്ങനെ 11 മണിക്ക് വന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ഓരോ പേഷ്യന്റിനെ നോക്കാൻ തുടങ്ങി. രാവിലെ 9 മണിക്ക് വന്ന പേഷ്യന്റ് തിരിച്ചു പോകുന്നത് 3 മണിക്കാണ്. ഇങ്ങനെയൊക്കെ ഡോക്ടർമാർ ഉത്തരവാദിത്തമില്ലാതെ ചെയ്താൽ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്? ഞാൻ ഈ എടുത്തിട്ട് അങ്ങനെ പോകണ്ടായി. എന്റെ വൈഫിനെയും കൂട്ടിയിട്ട്, ഗർഭിണിയായിരുന്നു, അങ്ങനെ കൂട്ടിയിട്ട് ഞാൻ പോയതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലൊക്കെ ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മനുഷ്യനും എന്തിനാ ഈ ടോക്കൺ കൊടുക്കുന്നത്? ടോക്കൺ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഓരോ ആളുകൾ ക്യൂ നിന്നിട്ടല്ലേ കൊടുക്കുക. ഈ ടോക്കൺ കൊടുക്കുന്നത് ഇത്ര ടോക്കണാണ്, ഈ സമയത്ത് വന്നാൽ മതി, ഒരു 5-10 മിനിറ്റ് ഒക്കെ മാറിയാൽ കുഴപ്പമില്ല. ഏകദേശം 5-6 മണിക്കൂറൊക്കെ ടോക്കൺ എടുത്തിട്ടും കാത്തു നിൽക്കാന്ന് പറഞ്ഞ് എന്തൊരു മോശമാണത്. ഇതൊക്കെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. തമാശയൊന്നുമല്ല ഇത്. ഡോക്ടർമാരുടെ പണി ഏറ്റവും നല്ല പണിയാണ്. ജനങ്ങൾക്ക് ചെയ്യുന്ന ഖിദ്മത്താണ്, അള്ളാഹുവിന് ചെയ്യുന്ന സേവനമാണ്. അതിനൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ ഈ മാതിരി ജനങ്ങളൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് ചൂഷണം ചെയ്യരുത്. ദയവ് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ രാവിലെ 9 മണിക്ക് കൊണ്ടുപോയി എന്റെ വൈഫിനെ എനിക്ക് തിരിച്ച് ഡോക്ടറെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞത് തിരിച്ച് 3 മണിക്കാണ്. ഈ നോമ്പ് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത ഗർഭിണികളായ ആളുകൾ അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു പോലെ. അതും ചൂട്, ഗൾഫ് രാജ്യങ്ങളെ പോലെ നല്ല AC സംവിധാനമുള്ള ഹോസ്പിറ്റലുകൾ, സൗകര്യം, വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയൊന്നുമില്ല. ചൂടെടുത്തുകൊണ്ട് എത്ര സമയം കാത്തിരിക്കുക? അങ്ങനെയാണെങ്കിൽ ടോക്കൺ സംവിധാനം തന്നെ ഒഴിവാക്കിക്കൂടെ? ആദ്യം വന്ന ആളുകളെ കയറ്റിക്കൂടെ? സമയത്ത് ഡോക്ടർമാർ വരണം. പങ്ക്ച്വാലിറ്റി എല്ലാവർക്കും നിർബന്ധമാണ്. നിങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റലാവാം, നിങ്ങളുടെ ചെലവിലായിരിക്കാം നിങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നത്. വേണമെങ്കിൽ കണ്ടാൽ മതി, വേണമെങ്കിൽ കാണിച്ചാൽ മതി എന്നൊക്കെ അഭിപ്രായം ഉണ്ടാകും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷെ അതൊരു മാന്യത അല്ലല്ലോ. ഒരു മാന്യത ഉണ്ടല്ലോ എല്ലാറ്റിനും. ആ ഒരു മാന്യത വെച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളും ഡോക്ടർമാരൊക്കെ ഒരല്പമെങ്കിലും പേഷ്യന്റിനെ പരിഗണിക്കണ്ടേ? സ്കാനിങ് എടുക്കാൻ പോയാൽ അവിടെ 2-3 മണിക്കൂറും വെയിറ്റ് ചെയ്യിപ്പിക്കും. ഇത്ര സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോകൂലേ? വീട്ടിൽ നിന്ന് ഇത്ര സമയത്ത് നിങ്ങൾ 12 മണിക്ക് വരണം എന്ന് പറഞ്ഞ ഒരു 11:30 മണിക്ക് പോയാൽ അവിടെ എത്തും. അപ്പൊ കൃത്യം 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സാധനം കിട്ടും. പക്ഷേ നിങ്ങൾ സമയം പറയൂല. ടോക്കൺ എടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തിനവർ ഇരുത്തണം അവിടെ? അതൊക്കെ ശല്യമാണ്. അതൊക്കെ ശാപം ലഭിക്കുന്ന വലിയ തിന്മകളാണ് എന്ന് ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. ഇതേപോലെ പഞ്ചായത്ത് ഓഫീസർമാർ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരായ ആളുകൾക്ക് ഇതന്നെയാണ്. പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, സീൽ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട്, അറ്റസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവർ, അങ്ങനെ പല മേഖലകളിൽ അനാവശ്യമായി ജനങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വലിയ അപകടമാണ്. ജനങ്ങളുടെ പ്രാക്കൽ കിട്ടിപ്പോയാൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി വേദന്റെ ഉസ്താദുമാരായാലും അങ്ങനെ തന്നെ. നമ്മളെ വള്ളഭൂഷൺ എന്നല്ല, വേദന്റെ ഉസ്താദുമാരായാലും അങ്ങനെ തന്നെ. സമയത്ത് പറഞ്ഞ സമയത്ത് എത്തണം. സമയത്ത് 10 മണിക്ക് വാൽ തുടങ്ങുമെന്ന് പറഞ്ഞ് സംഘാടകർ ഇങ്ങനെ ഉരുട്ടി സ്വാഗത പ്രഭാഷകൻ ഉള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് ഇനി എന്താ പറയും? ഉസ്താദ് എത്തിയിട്ടില്ല. ഉസ്താദ് വരുന്നത് 11:30 മണിക്കാണ്. ജനങ്ങൾ രാവിലെ 9 മണിക്കും വന്നിട്ട് 11:30 മണി വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്നാ പിന്നെ ആദ്യം തന്നെ വൈകുമെന്ന് പറയണം. പിന്നെ എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ടു, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ പെട്ടുപോയാൽ ഓക്കെ, അതൊന്നും നമ്മൾക്ക് നമ്മുടെ കൈകളിലുള്ളതല്ല. അതൊക്കെ അപ്രതീക്ഷിതമായി വരുന്ന കേസുകളാണ്. നിരന്തരമായി ഇങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക? ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് പരിഗണിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാൻ. ഇദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാവിലെ എന്നെ കാണാൻ വേണ്ടി ആയിരങ്ങളായ ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ അവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരൂലേ? അവരവിടെ കാത്തു നിൽക്കേണ്ടി വരൂലേ? അതുകൊണ്ട് ഞാൻ രാവിലെ ഉറങ്ങുന്നില്ല. രാവിലെ ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. 2 വർഷം. അത് കഴിയും. അള്ളാഹുവിന്റെ സഹായമാണ്. എല്ലാവർക്കും കഴിയോ? അള്ളാഹുവിന്റെ സഹായം ലഭിച്ചവർക്ക് കഴിയും. ഒരു ദിവസം 16 ഖത്തം ഓതിയവർ ചരിത്രത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 16 ഖത്തമൊക്കെ ഒരു ദിവസം ഓതിയവർ ചരിത്രത്തിലുണ്ട്. അതെങ്ങനെ? അള്ളാഹു അവർക്ക് സഹായം കൊടുത്തു, അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തു, അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞു. അതങ്ങനെ ഇപ്പൊ ഒരു ദിവസത്തിൽ 16 ഖത്തോദ നമ്മളിങ്ങനെ ടൈം കാൽക്കുലേഷൻ ചെയ്യും. ഒരു 20 മിനിറ്റ് ഒരു ജ്യൂസ് ഇങ്ങനെ നോക്കി ആകെ ഏറിപ്പോ 2 ഖത്തല്ലേ നടക്കുള്ളൂ. ഭക്ഷണം കഴിക്കാതെ ഓതിയ 16 ഖത്തൊക്കെ കുറച്ച് തള്ളായിരിക്കും. ഉസ്താദ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മയത്തിൽ പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ സത്യത്തിൽ തള്ളല്ല, അത് യാഥാർത്ഥ്യം.
അത് യാഥാർത്ഥ്യമാണ്. അള്ളാഹു ചില ആളുകൾക്ക് സമയത്തിൽ കൊടുക്കുന്ന ബർക്കത്താണ്, തള്ളൊന്നല്ല. ചരിത്രങ്ങളിൽ കാണാം 16 ഖത്തം 4 ഖത്തം 8 ഖത്തം ഒക്കെ തീർത്ത ആളുകൾ ഇഷ്ടം പോലെ കാണാം. എന്തിനേറെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു ഖത്തം തീർത്തു. ഇശാഇനെ കുറച്ച് പിന്തിപ്പിച്ചു, രാത്രിയുടെ മിഡിൽ ടൈം, രാത്രിയുടെ ഒരു പകുതി ഭാഗത്തേക്ക് പിന്തിപ്പിച്ചിട്ട് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു ഖത്തം തീർത്ത ആളുകളുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ റമളാനായാൽ 60 ഖത്തം ഓതും, ഒരു ദിവസം 2 ഖത്തം ഓതും. നിങ്ങൾ 2 ജുസ് ഓതാറുണ്ടോ? ഒരു ദിവസം 2 ഖത്തം ഓതും റമളാനായാൽ ഇമാമുന ശാഫിഈ തങ്ങൾ. റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ 1 ഖത്തം ഓതും. അപ്പൊ ഇതൊന്നും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. അള്ളാഹു ചില ആളുകളുടെ സമയത്ത് കൊടുക്കുന്ന ബർക്കത്താണ്, ചില ആളുകളുടെ സമയത്ത് കൊടുക്കുന്ന സഹായമാണ് അള്ളാഹുവിന്റെ സഹായം. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവസാന 2 വർഷം ഉറങ്ങിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അങ്ങനെ ഒരു സൗകര്യം ലഭിക്കാനാണ്. അല്ലാഹുവേ ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ദുആഇന് മാത്രം അല്ലാഹു ഉത്തരം തന്നില്ല, ബാക്കിയുള്ളതെല്ലാം അല്ലാഹു ഉത്തരം തന്നു എന്ന് മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, റഹിമക്കല്ലാഹു യാ ആമിർ. അല്ലയോ ആമിർ എന്നവരെ, അല്ലയോ ആമിർ എന്നവരെ, മാദാ നഖൂലു അൻ ഹാലിനാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ദുആ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? എത്ര സമയമാണ് അനാവശ്യമായി ഞങ്ങൾ ചെലവഴിക്കുന്നത്? എത്ര സമയമാണ് ഞങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുന്നത്? അനാവശ്യമായ സംസാരങ്ങൾക്ക് വേണ്ടി, സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടി, ഫേസ്ബുക്കിന് വേണ്ടി, ഇൻസ്റ്റയ്ക്ക് വേണ്ടി, ഇൻസ്റ്റാഗ്രാമിനും ടിക്ടോക്കിനും വാട്സപ്പിനും വേണ്ടി എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയാണ്, റമളാൻ കഴിയുന്നത് വരെയെങ്കിലും ഒന്ന് ആ ഫേസ്ബുക്ക് ഒന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. റമളാൻ കഴിയുന്നത് വരെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, ടിക്ടോക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം റമളാൻ കഴിയുന്നത്. കാരണം എന്തേ? സമയം ഒരുപാട് നഷ്ടപ്പെട്ടു. വാട്സപ്പ് കഴിയുമെങ്കിൽ വാട്സപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് സമയം ഫേസ്ബുക്കിന്റെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കും. ഫേസ്ബുക്ക് നോക്കി അരമണിക്കൂറൊക്കെ ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ. ഇൻസ്റ്റാഗ്രാമും അതുപോലെ, ടിക്ടോക്ക് പിന്നെ പറയണം. റമദാനിലെ മുഅ്മിനീങ്ങളെ ഒരല്പസമയം അല്ലാഹുവിന് വേണ്ടി നമ്മൾക്ക് ദിക്ർ ചെല്ലാനും ഇബാദത്തുകൾ ചെയ്യാനും വേണ്ടി മാറ്റിവെച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വഅദോ ഖുർആനോ കേട്ടോളൂ, അതൊക്കെ ഇബാദത്തല്ലേ. യൂട്യൂബിൽ പോയിട്ട് നല്ല വഅദകൾ കേട്ടോളൂ, ഖുർആൻ കേട്ടോളൂ, അതൊക്കെ ഇബാദത്താണ്. ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കണം എല്ലാവരും. ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കണം. തസ്ബീഹ് മാല മൗലവിമാരുടെയോ ഉസ്താദുമാരുടെയോ വയസ്സന്മാരുടെയോ അടയാളമല്ല. എല്ലാവർക്കും തസ്ബീഹ് മാല കയ്യിൽ പിടിക്കാം. അല്ലെങ്കിൽ ഒരു കൗണ്ടറെങ്കിലും കയ്യിൽ പിടിക്കണം. കയ്യിൽ പിടിച്ച് നിരന്തരമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. നമ്മൾ ആൾക്കാർ കണ്ടോട്ടെ, ആൾക്കാർ കാണാൻ വേണ്ടി പിടിച്ചില്ലെങ്കിൽ മതി. കാണുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ കണ്ടത് കൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആൾക്കാർ കാണാൻ വേണ്ടി നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ മതി. കണ്ട എന്താ പ്രശ്നം? ആൾക്കാർ കണ്ടോട്ടെ. നിസ്കരിക്കുന്നത് കാണുന്നില്ല, എന്താ ഇപ്പോൾ ആൾക്കാർ കാണാത്ത സ്വതക്ക കൊടുക്കുന്നത് കാണുന്നില്ല. കാണാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, കണ്ടാതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക എല്ലാവരും, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾ എല്ലാവരും പിടിക്കുക. അതൊക്കെ ഒരു മോഡലായിക്കോട്ടെ. എന്താ കുഴപ്പം? ഗൾഫിലൊക്കെ അറബികളെ കയ്യിൽ തസ്ബീഹ് മാല ഉണ്ടാവും, ചെല്ലൊന്നുമില്ല, എന്നാലും തസ്ബീഹ് മാല അവർ കയ്യിൽ പിടിക്കും. അതൊരു മോഡലായിട്ട് അവർ കയ്യിൽ പിടിക്കാറുണ്ട്. അറബികൾ കയ്യിൽ പിടിച്ചോ, കയ്യിൽ പിടിച്ചാൽ അതങ്ങോട്ട് ചെല്ലിപ്പോവും. വെറുതെ മിണ്ടാണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുന്നത് ഒരു ശീലമാക്കണം. പോക്കറ്റിലിടണം. തസ്ബീഹ് മാല കയ്യിൽ പിടിക്കണം, കൗണ്ടർ കയ്യിൽ പിടിക്കണം. നിരന്തരമായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ സമയം വളരെ വളരെ ഒരുപാട് സമയം വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പരിശുദ്ധമായ റമളാനാണ്. സ്വർഗ്ഗാവകാശികൾ പോലും നാളെ വിഷമിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ചായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗ്ഗാവകാശികൾ പോലും വിഷമിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു റക്അത്ത് ഞാൻ നിസ്കരിച്ചിരുന്നുവെങ്കിൽ, ഒരു ഇസ്തിഗ്ഫാർ ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നുവെങ്കിൽ, ഒരു സ്വലാത്ത് ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നുവെങ്കിൽ എന്ന് സ്വർഗ്ഗാവകാശികൾ പോലും നാളെ കൊതിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിനോട് നിരന്തരമായി ദുആയിൽ ഉൾപ്പെടാൻ, അതേപോലെ ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ചെലവഴിക്കുക. ഫിത്നകളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കണേ
അല്ലാഹ്. കണ്ണിന്റെ ഷർറാണ്, ഹറാമുകൾ കാണുന്നത് കണ്ണിന്റെ ഷർറാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശദ്ദി സമഈ വമിൻ ശദ്ദി ബസരി വമിൻ ശദ്ദി ലിസാനി വമിൻ ശദ്ദി ഖൽബി വമിൻ ശദ്ദി ഫർജി. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന്, എന്റെ ചെവിയുടെ ഷർറിൽ നിന്ന്, എന്റെ നാവിന്റെ ഷർറിൽ നിന്ന്, എന്റെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന്, എന്റെ ആന്തരിക അവയവങ്ങളുടെ, ലൈംഗിക അവയവങ്ങളുടെ ഷർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ദുആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഒരിക്കലൊരു സഹാബി സുലൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയേ, എന്തിൽ നിന്നാണ് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന് നീ അല്ലാഹുവിനോട് അഭയം തേട്. കണ്ണുകൊണ്ട് ഹറാമ കാണും, ഹറാമായ അന്യ സ്ത്രീകളെ കാണാം, അന്യ പുരുഷന്മാരെ കാണാം, ഹറാമായ വീഡിയോകൾ കാണാം, ഹറാമായ ടെക്സ്റ്റുകൾ, ഹറാമായ ഇമേജുകൾ, ഇതൊക്കെ കാണാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ ഷർറിൽ നിന്ന് നീ എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്യേ. മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് ഫിത്നത്തുൻ നിസാ, സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്. അങ്ങനെ നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാ ആളുകളെയും അല്ലാഹു സലാമത്താക്കട്ടെ. ചെവിയുടെ ഷർറ് എന്താണ്? ഹറാം കേൾക്കുന്നത്, ഗീബത്തുകളും നമീമത്തുകളും നിരന്തരമായി കേൾക്കുന്നത്, കേൾക്കാൻ പാടില്ലാത്ത അശ്ലീല വർത്തമാനങ്ങൾ കേൾക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിന്റെ ഷർറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കളവ് പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ആരോപണങ്ങൾ ഉന്നയിക്കാതെ, നല്ലത് മാത്രം പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി പരിശുദ്ധമായ ഖുർആൻ ഓതി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഷർറിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ ഹലാലായ രീതിയിലല്ലാതെ ഹറാമിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യൂ മുഅ്മിനീങ്ങളെ. തെറ്റ് പൊറുക്കാൻ വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, തെറ്റ് വരാതിരിക്കാനും ദുആ ചെയ്യണം. തെറ്റ് പൊറുക്കാൻ വേണ്ടി മാത്രം ദുആ ചെയ്താൽ പോരാ, തെറ്റ് വരാതിരിക്കാനും ദുആ ചെയ്യണം. അതും വേണ്ടേ? പടച്ചോൻ തൗഫീഖ് ചെയ്താലേ ഇതൊക്കെ സാധിക്കുള്ളൂ. അല്ലാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മൾക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലൗലാ അൻ റഅ ബുർഹാന റബ്ബി, പടച്ച റബ്ബിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ടാണ് അവിടെ രക്ഷപ്പെട്ടത്. ആ തൗഫീഖ് നമ്മൾക്ക് വേണം. അപ്പോൾ അല്ലാഹുവിനോട് ആ തൗഫീഖിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. اللهم اغفر لنا ما سلف من ذنوبنا. അല്ലാഹുവേ, കഴിഞ്ഞു പോയത് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ, ജീവിക്കുന്ന കാലത്തോളം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് ആ ദുആയുടെ അർത്ഥം. اللهم اغفر لنا ما سلف من ذنوبنا, കഴിഞ്ഞു പോയത് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഇനിയുള്ള കാലം, ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും തൗഫീഖ് നൽകണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ മഹാനായ ആമിർ റളിയല്ലാഹു അൻഹു മുൻകൂട്ടി കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തതുപോലെ, ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യാൻ എനിക്ക് അവസരം നൽകണമെന്ന് ദുആ ചെയ്തതുപോലെ, അല്ലാഹുവിലേക്ക് നമ്മുടെ യൗവനത്തെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. എല്ലാ മേഖലകളിലും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ തെറ്റുവരാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി റബ്ബിന് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും. നമ്മുടെ വാർദ്ധക്യ കാലഘട്ടത്തിലും ആ സഹായം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മക്കയിലുള്ള സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ്, അവിടെയുള്ള നല്ലൊരു ആബിദായ, അല്ലാഹുവിനെ പേടിയുള്ള മുത്തഖിയായ ഒരു മുഫ്തിയെ, അവിടെയുള്ള മസ്ജിദുൽ ഹറമിൽ ജനങ്ങൾക്ക് ഫത്വ നൽകാൻ വേണ്ടി എപ്പോഴും മസ്ജിദുൽ ഹറമിൽ ഉണ്ടാകുന്ന ആളുകൾക്കെല്ലാം മസ്അല പറഞ്ഞു കൊടുക്കുന്ന ഒരു മുഫ്തിയെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്ന ഒരു പെണ്ണിന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാം. ഉബൈദ് ഇബ്നു ഉമൈർ എന്നാണ് ആ ആലിമിന്റെ പേര്. ഉബൈദ് ഇബ്നു ഉമൈർ എന്നാണ് ആ മുഫ്തിയുടെ പേര്. ആ മസ്ജിദുൽ ഹറമിൽ മസ്അല പറഞ്ഞു കൊടുത്തിരുന്ന വാഇദിന്റെ പേര് ഉബൈദ് ഇബ്നു ഉമൈർ എന്നാണ്. ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ പുറത്തിറങ്ങും. നാലാൾ എന്നെ കാണണം, നാലാൾ എന്റെ സൗന്ദര്യം അറിയണം, എന്നെ നോക്കണം, എന്റെ പിന്നാലെ വരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പുറത്തിറങ്ങുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ നിഅമത്താണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിക്കരുത്. നന്ദി ചെയ്യുന്നതിന് പകരം നന്ദികേട് കാണിക്കരുത്. നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ ഭയാനകമാണ്, ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണ് ഒരു ദിവസം കണ്ണാടി നോക്കി.
കണ്ണാടി നോക്കിയപ്പോ പെണ്ണിന് തോന്നി ഞാൻ കുഴപ്പമില്ലല്ലോ, ഞാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടല്ലോ എന്ന് പെണ്ണിന് തോന്നി. കണ്ണാടി നോക്കുമ്പോഴാണല്ലോ പൊതുവെ അങ്ങനെ മനസ്സിലാവാ. ആ പെണ്ണ് തോന്നി ഞാൻ കുറച്ച് ഗ്ലാമർ ഉണ്ട് അത്യാവശ്യം. ആ സൗന്ദര്യം കണ്ണാടിയിലൂടെ കണ്ടപ്പോ പെണ്ണ് സ്വന്തം ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ കണ്ടാൽ എന്നോട് താല്പര്യം തോന്നാത്ത ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടാവോ? പെണ്ണ് ചോദിക്കാണ് സ്വന്തം ഭർത്താവിനോട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ കണ്ടാൽ ഏതെങ്കിലും ഒരാൾ അഹദുൻ യറാ ഹാദൽ വജ്ഹ, ഈ മുഖം ആരെങ്കിലും കണ്ടാൽ വലാ യഫ്തതിനു ബി, ഈ മുഖം കണ്ടിട്ട് എന്നോട് ആകൃഷ്ടത തോന്നാത്ത താല്പര്യം തോന്നാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവോ? അപ്പോഴാണ് അദ്ദേഹത്തെ ആ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞത്, നഅം, ഉണ്ടാകും. നിന്നെ കണ്ടിട്ട് നിന്നോട് താല്പര്യം തോന്നാൻ സാധ്യതയില്ലാത്ത ഒരാളുണ്ട്. അവൾ ചോദിച്ചു, മൻ, ആരാ? അദ്ദേഹം പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ, മസ്ജിദുൽ ഹറമിലെ മുഫ്തിയായ ഉബൈദ് ഇബ്നു ഉമൈറിന് അയാളുടെ മുമ്പിൽ പോയി നിന്റെ സൗന്ദര്യം നീ പ്രദർശിപ്പിച്ചാൽ താല്പര്യം തോന്നാൻ സാധ്യതയില്ല. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഇതല്ലീ, എനിക്ക് സമ്മതം തരണം, ഞാൻ പോയി അയാളുടെ മുമ്പിൽ എന്റെ സൗന്ദര്യം ഒന്ന് പ്രദർശിപ്പിക്കട്ടെ, അയാളെ വശീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ആ സഹോദരി പറയുകയും, നിങ്ങൾ കാണാറില്ല ചില ആളുകളൊക്കെ ഇലക്ഷൻ വരുമ്പോ ചില ആളുകൾ, ചില സഹോദരിമാർ, ചില പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ കാണാറില്ലേ? പബ്ലിസിറ്റി സ്റ്റണ്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരെ മോശാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് കാണാറുണ്ട്. എല്ലാവരെയും അല്ലാഹു ഫിത്നയിൽ നിന്ന് കാക്കട്ടെ. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? ഭർത്താവ് സമ്മതം കൊടുത്തു. പെണ്ണ് പോയി നല്ല അണിഞ്ഞൊരുങ്ങി നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് മുഖമെല്ലാം മറച്ചുകൊണ്ട് പെണ്ണ് ആദ്യം മുഖം മറച്ചിട്ടാ പോയത്. അപ്പൊ നിഖാബ് വേണോ വേണ്ടേ, മസ്ജിദുൽ ഹറമിലുണ്ടോ, മക്കത്തുണ്ടോ, അറബികളുടെ ഡ്രസ്സാണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിഖാബൊക്കെ ധരിച്ച് മുഖമൊക്കെ മറച്ചിട്ടാണ് പെണ്ണ് അവിടേക്ക് പോയത്. അന്നത്തെ ശൈലിയും അങ്ങനെ തന്നെയാണ്, മുഖം മറച്ചിട്ടാണ് പോയത്. നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മുഫ്തി അവിടെ മസ്ജിദുൽ ഹറമിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പോകാൻ വേണ്ടി കാത്തിരുന്നു. എല്ലാവരും പോയാലല്ലേ കളി നടക്കുള്ളൂ. ആളുകളുടെ മുമ്പിൽ എന്തായാലും ആരും മോശമായിട്ട് പെരുമാറില്ലല്ലോ. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ലേ വേണ്ടാത്ത സാഹചര്യങ്ങളിൽ പെട്ടുപോകാറുള്ളത്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ആരും കാണാത്തൊരു സ്ഥലത്ത് മറഞ്ഞു നിന്നു. എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു വരുന്ന വഴിയിലേക്ക് പെണ്ണ് മാറി നിന്നു. മാറി നിന്നുകൊണ്ട് ആ പെണ്ണ് നേരെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് സംശയം ചോദിക്കുന്നത് പോലെ, ഫത്വ ചോദിക്കുന്നത് പോലെ ആ സഹോദരൻ നമ്മുടെ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന പണ്ഡിതന്റെ മുമ്പിലേക്ക് പോയി, എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങൾ ഒന്ന് മാറി നിൽക്കുന്ന അപ്പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞു. സ്വകാര്യമായ ചില സംശയങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരൽപ്പം അങ്ങോട്ട് മാറി നിന്നു. ആരും കാണാതെ മാറി നിന്ന സ്ഥലത്തേക്ക് ആ പെണ്ണെത്തിയപ്പോൾ തന്റെ മുഖത്തിന്റെ നിഖാബ് മാറ്റുകയുണ്ടായി. അഥവാ വല്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു അത്. എന്തെന്നില്ലാത്ത സൗന്ദര്യം, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ മുഖമുള്ള സുന്ദരിയായ പെണ്ണായിരുന്നു അത്. തന്റെ മുഖം പ്രദർശിപ്പിച്ചു. അപ്പോഴേക്കും മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്നവർ ആ പെണ്ണിനോട് പറഞ്ഞു, യാ പെണ്ണേ, ഇസ്തതിരി, മുഖം മറക്കുന്നു പറഞ്ഞു. അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ മുഖം നീ പ്രദർശിപ്പിക്കുകയോ? ഇസ്തതിരി, നിന്റെ മുഖം മറക്ക് പെണ്ണേ എന്ന് പറഞ്ഞു. ഫഖാലത്, പെണ്ണ് പറഞ്ഞു, ഇന്നി ഖദ് ഫുതിൻതു ബിക, എനിക്ക് നിങ്ങളോട് പ്രണയമാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് വൈകാരികമായ താല്പര്യമുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ ഉബൈദ് തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ വീട്ടിത്തരാം, നിന്റെ താല്പര്യങ്ങൾ ഞാൻ വീട്ടിത്തരാം. പക്ഷേ ഞാൻ 5 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി നൽകണമെന്ന് പറഞ്ഞു. 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ആ ചോദ്യത്തിന് ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് നീ മറുപടി നൽകണം. ഇദാ സദഖ്തീനി, സത്യം പറയണം, കളവ് പറയാൻ പാടില്ല, സത്യം പറയണം. അങ്ങനെ നീ സത്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയാൽ നീ പറഞ്ഞ ഈ കാര്യം ഞാൻ ഏറ്റെടുക്കാം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് സത്യസന്ധമായിട്ടാണ്
നീ മറുപടി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായാൽ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണേ, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ സത്യസന്ധമായിട്ട് മാത്രമേ മറുപടി പറയുള്ളൂ. കാരണം ഭർത്താവിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടല്ലയോ വന്നത്. എന്നാൽ ഇന്നയാളെ ഞാൻ വശീകരിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണല്ലോ വന്നത്. ഞാൻ സത്യസന്ധമായി പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുന്നത്, പെണ്ണേ, അല്ലയോ സഹോദരി, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഈ സമയത്ത് കടന്നു വരുന്നു എന്ന് നീ സങ്കല്പിക്കുക. നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കല്ലാ ഇദാ ബലഗതിത് തറാഖി വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകളെല്ലാം കാലിട്ടടിക്കുന്ന സന്ദർഭം നീ ഓർക്കുമോളെ. ആ സമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്ന് നീ അവസാന ചക്രശ്വാസം വലിക്കുകയാണ്. സെക്കൻഡുകൾക്കകം നീ മരിക്കുകയാണ്. അങ്ങനെ നീ മരിക്കുന്ന സന്ദർഭത്തിൽ നീ ഈ ചെയ്യാൻ പോകുന്ന, നീ പ്രകടിപ്പിച്ച ഈ താല്പര്യം പ്രകടിപ്പിച്ച ഈ കാര്യമുണ്ടല്ലോ, അത് നിനക്ക് സന്തോഷമാണോ നൽകുക, അല്ല ഭയമാണോ നൽകുക? റൂഹ് പിടിക്കുന്ന സമയത്ത് നീ താല്പര്യപ്പെട്ട ഈ വ്യഭിചാരം നിനക്ക് ഉപകരിക്കുമോ ഇല്ലയോ? സത്യസന്ധമായി മറുപടി പറയണം, സത്യസന്ധമായി മറുപടി പറയണം. പെണ്ണിനൊന്നും പറയാനില്ല. വല്ലാഹി അല്ലാഹുമ്മ ല, ഒരിക്കലും ഈ വ്യഭിചാരം റൂഹ് പിടിക്കുന്ന സമയത്ത് എനിക്ക് ഉപകരിക്കൂല, എനിക്കത് പ്രയാസമാണ് ഉണ്ടാക്കുക എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചു, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും കുളിപ്പിച്ച് കഫൻ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ജനാസ ചുമന്നുകൊണ്ട് നേരെ പള്ളിക്കാട്ടിലേക്ക് പോയി നിന്റെ മയ്യത്തിനെ പള്ളിയുടെ മെഹ്റാബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾ നിസ്കരിച്ച് ഖബറിലേക്ക് നിന്റെ കുടുംബക്കാരൻ വെച്ചിട്ട് നിന്റെ കബളത്തേക്ക് മണ്ണ് വെച്ച് അവസാനം മീസാൻ കല്ല് വെച്ച് ആ മീസാൻ കല്ലിന്റെ മുകളിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, നിന്നെ ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കാണ് മടക്കുന്നത്, ഈ മണ്ണിൽ നിന്നാണ് പുനർജനിപ്പിക്കുന്നത് എന്ന ദിക്ർ ചൊല്ലി നിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞ ആളുകളെല്ലാം തിരിച്ചു പോകുമ്പോ മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം കടന്നു വന്ന് ഫഅജ്ലസാകി, നിന്നെ കിടന്ന ഉറക്കത്തിൽ നിന്ന് ഉണർത്തി നിന്നെ എണീപ്പിച്ചു ഇരുത്തി എന്നിട്ട് നിന്നോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈ വ്യഭിചാരം കൊണ്ട് നിനക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ചെയ്യുക? നീ രക്ഷപ്പെടുമോ, നീ പരാജയപ്പെടുമോ? എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, അല്ലാഹുവാണ് സത്യം, എനിക്ക് ഉപകാരമല്ല ഉപദ്രവമാണ് ചെയ്യുക. എന്നാ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിന്റെ ഖബർ ജീവിതം കഴിഞ്ഞ് മഹ്ശറാ ലോകത്ത് 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിച്ച ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, അർശിന്റെ തണൽ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, വലതു കൈയിൽ കിതാബ് നൽകപ്പെടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നീ ചോദിച്ച ഈ ചെറിയ ഒരു നിമിഷത്തെ സുഖം കൊണ്ട് രക്ഷപ്പെടുമോ അല്ല നീ പരാജയപ്പെടുമോ? പെണ്ണ് പറഞ്ഞു, വല്ലാഹി ലാ, അല്ലാഹുവാണ് സത്യം, ഞാൻ രക്ഷപ്പെടൂല. അപ്പോഴാണ് ഈ പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണേ, അല്ലയോ സഹോദരി, അല്ലാഹു നിനക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നില്ലയോ? ഇത്തഖില്ലാഹ യാ അമതല്ലാഹ്, അതുകൊണ്ട് റബ്ബിനെ പേടിച്ചോ മോളെ. ഈ വ്യഭിചാരങ്ങളും ഈ പ്രണയങ്ങളും പ്രേമങ്ങളും തോന്നിവാസങ്ങളും തന്റെ വേഷങ്ങളെല്ലാം തന്റെ സൗന്ദര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് നടന്നതെല്ലാം മരണസമയത്ത് ഉപകരിക്കൂല, ഖബറിൽ ഉപകരിക്കൂല, മഹ്ശറയിൽ ഉപകരിക്കൂല മോളെ. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചോ. യാ അമതല്ലാഹി ഇത്തഖില്ലാഹ്, അല്ലാഹു നിനക്ക് അനുഗ്രഹം നൽകി, വേറെ ഒരാൾക്കും നൽകാത്ത സൗന്ദര്യം നിനക്ക് നൽകി. നിന്റെ ഭർത്താവിന് സമർപ്പിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ വശീകരിക്കാൻ നീ ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് നേരെ ഭർത്താവിന്റെ സമീപത്തേക്ക് പോയി. ഭർത്താവ് കാത്തിരിക്കുകയാണ്. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ വശീകരിച്ചുകൊണ്ട് തന്റെ ഭാര്യ കടന്നു വരുന്നത്. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും, ഉസ്താദുമാരെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകേസ് തലയിൽ വെച്ച് പുറത്താക്കാൻ നോക്കുന്നവർ, ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ, എങ്ങനെയെങ്കിലും ഒരാളെ തകർക്കണമെന്ന് തോന്നിയാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർ,
ഹണി ട്രാപ്പ്. ഈ രീതിയിലുള്ള ട്രാപ്പുകൾ നൽകുന്നവർ, ഈ രീതിയിലുള്ള ട്രാപ്പുകൾ നൽകി ഒരാളെ തകർക്കാൻ ശ്രമിക്കുന്നവർ, ഇയാൾ നിരപരാധിയായിരിക്കും. പക്ഷേ ഏതെങ്കിലും രീതിയിൽ കുടുക്കാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് നടക്കും. ഒരാളെ തകർക്കാൻ വിചാരിച്ചാൽ ചില ആളുകൾ അങ്ങനെയാണ്. പക തോന്നിയാൽ എന്തും ചെയ്യും, പ്രതികാരം തോന്നിയാൽ എന്തും ചെയ്യും, ഒന്നിനും മടിക്കില്ല. അപ്പൊ ഇദ്ദേഹം ഉബൈദ് ബിൻ ഉമൈർ തങ്ങളെ കുടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, പെണ്ണെ പോയ കാര്യം എന്തായി എന്ന് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ മുഖം നോക്കി, ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞ മറുപടി, നിങ്ങൾ വിഡ്ഢിയാണ് ഭർത്താവേ, നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ്. ഞങ്ങൾ രണ്ടുപേരും വിഡ്ഢികളുടെ ലോകത്താണുള്ളത് എന്ന് പറഞ്ഞ് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. വുളൂ ചെയ്തു, സംശുദ്ധിയായി ചുറ്റിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്ത് നന്നായി നിസ്കരിക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങളെ, നോമ്പെടുക്കാൻ തുടങ്ങി. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ പഴയതുപോലെ ഭർത്താവിന് ഭാര്യയെ കിട്ടാതെ വന്നു. രാത്രിയായാൽ നല്ല പുതുനാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി തന്റെ മണിയറയിലേക്ക് വന്നിരുന്ന ഭാര്യ ഇന്ന് നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് മുസല്ലയിലാണ്, റൂമിലേക്ക് വരുന്നില്ല. ഭർത്താവിന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അപ്പോഴാണ് ആ ഭർത്താവ് പറഞ്ഞത്, വേണ്ടായിരുന്നു ഈ ചതി, വേണ്ടായിരുന്നു ഉബൈദ് ബിൻ ഉമൈറിനോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യയെ തന്നെ എനിക്ക് പോലും ലഭിക്കാത്ത രീതിയിൽ മോശമാക്കിയല്ലോ. എന്റെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന എന്റെ ഭാര്യയെ എനിക്ക് കിട്ടാതെ വന്നല്ലോ എന്ന് പറഞ്ഞ വെപ്രാളത്തോടെ, വിഷമത്തോടുകൂടി, വിഷമത്തോടുകൂടി തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ചതിയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞ് നടക്കേണ്ട ഗതികേട് ആ ഭർത്താവിന് വന്നു. പെണ്ണാണെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവുകയും ചെയ്തു. ഇത് തന്നെയാണ് നമ്മൾ ഓരോ ആളുകളും ആലോചിക്കേണ്ടത്. എന്ത് തെറ്റിന്റെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നാലും, കള്ളു കുടിക്കാൻ തോന്നിയാൽ, വ്യഭിചരിക്കാൻ തോന്നിയാൽ, കഞ്ചാവടിക്കാൻ തോന്നിയാൽ, മറ്റുള്ള അരുതാത്ത തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹുവേ, ഞാൻ മരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ? എന്റെ ഖബറിലെത്തിയാൽ ഞാൻ ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ? മഹ്ശറാ ലോകത്തെത്തിയാൽ ഞാൻ ഇതുകൊണ്ട് പ്രയാസപ്പെടൂലേ? എന്നെ സഹായിക്കാൻ ആരുണ്ടാകും എന്ന് ആലോചിച്ച് ഇവിടുത്തെ ചെറിയ സുഖങ്ങളെ നാളത്തെ വലിയ സുഖങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പകരം നൽകും. മുഅ്മിനീങ്ങളെ, ഇല്ലാ അബ്ബലല്ലാഹു ഖൈറൻ മിൻഹാ, അതിനേക്കാളും നല്ല ഒരു പകരം നിങ്ങൾക്ക് നൽകാതിരിക്കില്ല. അതുകൊണ്ട് റബ്ബിന് വേണ്ടി നമ്മുടെ സുഖങ്ങളെ മാറ്റിവെക്കുക, റബ്ബിന് വേണ്ടി നമ്മുടെ സൗകര്യങ്ങളെ മാറ്റിവെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അവസാനമായ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അബൂബക്കറുൽ മിസ്കി എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു മനുഷ്യന്റെ ചരിത്രം മഹാനായ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കറുൽ മിസ്കി ഇതുപോലെ തെറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അല്ലാഹുവിനെ പേടിച്ച് മാറി നിന്ന ഒരു മഹാനാണ്. ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്യാൻ സാഹചര്യം ഇല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ കരുത്ത് മനസ്സിലാവുക. അവസാനമായി ദുആ ചെയ്തിട്ട് പിരിയ. അവസാനമായിട്ട് ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ ദുആയിലേക്ക് കടക്കാൻ. അബൂബക്കറുൽ മിസ്കി, അദ്ദേഹത്തെ ആളുകൾ കണ്ടപ്പോ എന്തെന്നില്ലാത്ത കസ്തൂരിയുടെ സുഗന്ധം, അയാൾ നടക്കുന്ന വഴിയിൽ കസ്തൂരിയുടെ സുഗന്ധം, അയാളുടെ വസ്ത്രത്തിൽ നിന്ന്, അയാളുടെ വീട്ടിൽ നിന്ന്, അയാളുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം ഇങ്ങനെ നിർഗളിക്കുകയാണ്, പടർന്ന് പന്തലിക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾക്ക് ഇങ്ങനെ കസ്തൂരിയുടെ സുഗന്ധം ലഭിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു സംഭവം പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു കൊട്ടാരത്തിലേക്ക് ഞാൻ കച്ചവടത്തിന് വേണ്ടി പോയപ്പോൾ അല്ലാഹു എനിക്ക് സൗന്ദര്യം നൽകിയിരുന്നു. എന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമായിരുന്നു. എന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി കൊട്ടാരത്തിലെ ഒരു രാജകുമാരി കച്ചവടം ചെയ്യാൻ വേണ്ടി എന്തോ എന്റെ കയ്യിലുള്ള വസ്തു വാങ്ങാനെന്നുള്ള വ്യാജേന അടിമശ്രീയെ പറഞ്ഞയച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തി. അങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. പക്ഷേ ആ കച്ചവടം ചെയ്യാൻ പോയ ഞാൻ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ രാജകുമാരി എന്നെ ഒരു മുറിയിലിട്ട് പൂട്ടുകയും ആ പെണ്ണ് മുറിയിലേക്ക് കടന്നു വരികയും ചെയ്തു. എന്നിട്ട് തോന്നിവാസങ്ങൾക്ക് വേണ്ടി, വ്യഭിചാരങ്ങൾക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോ, എന്നെ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ എനിക്ക് എന്ത്
ചെയ്യണമെന്നറിയില്ല. ഞാൻ അവരുടെ വികാരത്തിന് താല്പര്യത്തിന് നിന്നു കൊടുത്താൽ ഒരാളും അറിയില്ല. കാരണം രാജകൊട്ടാരത്തിലെ രാജകുമാരി വളരെ സുരക്ഷിതമായി ആരും കാണാതെ എനിക്ക് വേണ്ടി സജ്ജീകരിച്ച സംവിധാനമാണ്. ഒരാളും അറിയില്ല എന്ന ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് എന്റെ റബ്ബിനെ ഓർമ്മ വന്നു. ചെയ്യാൻ പാടില്ലല്ലോ, വ്യഭിചാരമാണല്ലോ, എങ്ങനെ രക്ഷപ്പെടും? ഇനി ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുതറി മാറിയാൽ ഈ പെണ്ണെനിക്കെതിരെ കേസെടുക്കും, എന്നെ പീഡിപ്പിക്കാൻ വന്നതാണെന്ന് പറയും, നുഴഞ്ഞു കയറി എന്ന് പറയും. അങ്ങനെയാണല്ലോ പൊതുവെ സ്ത്രീകൾ ചെയ്യാറുള്ളത്. പൊതുവെ പല മേഖലകളിൽ നിന്നും കാണുന്നത് അങ്ങനെയാണ്. രണ്ടുപേര് പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് എപ്പോഴെങ്കിലും തനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ മീ ടു ചാലഞ്ചുമായി എന്നെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരുന്ന സ്വഭാവമാണ് പല സ്ത്രീകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ രണ്ടുപേര് ശാരീരികമായ സമ്മതത്തോടുകൂടിയാണ്, രണ്ടുപേരും പ്രായപൂർത്തിയെത്തിയ ആളുകൾക്ക് പരസ്പര സമ്മതത്തോടുകൂടി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. ആ നിയമം അനുവദിച്ചുകൊണ്ട് രണ്ടുപേരും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളെ തകർക്കണമെന്ന് തോന്നുമ്പോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന സംവിധാനങ്ങൾ നിരന്തരമായി പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനെങ്ങാനും ആ സദസ്സിൽ ആ സ്ഥലത്ത് ഞാൻ രാജകുമാരിയെ എതിർത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചാൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്ത് പീഡിപ്പിക്കാൻ വന്ന ആളാണെന്ന് എന്നെ ചിത്രീകരിക്കും. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്. ഞാൻ പറഞ്ഞു, ശരി തന്നെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ. ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം, അതിനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണം, ഒന്ന് കുളിക്കാൻ, ഒന്ന് ഫ്രഷ് ആവാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രാജകുമാരി അടിമസ്ത്രീയുടെ കൂടെ തന്റെ ഈ കാമുകൻ താൻ ആഗ്രഹിച്ച ഈ ചെറുപ്പക്കാരനെ, തന്റെ കൊട്ടാരത്തിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരനെ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ അടിമസ്ത്രീയുടെ പ്രൊട്ടക്ഷനോടുകൂടി ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ ശാരീരികമായി ചെയ്യാറുള്ള മലമൂത്ര വിസർജനം നടത്തിയിട്ട് ആ മലമൂത്ര വിസർജനം കൈകൊണ്ട് വാരിയെടുത്തിട്ട് തന്റെ ശരീരമാസകലം പുരട്ടുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. തന്റെ മുഖത്തേക്ക് പുരട്ടി, തന്റെ കൈകളിലേക്ക് പുരട്ടി, തന്റെ വസ്ത്രത്തിലേക്ക് പുരട്ടി, തന്റെ ശരീരമാസകലം മലമൂത്ര വിസർജനമായി. ഇനി ഏതൊരു പെണ്ണിനും തന്നോട് താല്പര്യം തോന്നൂല, കാണുമ്പോൾ തന്നെ വൃത്തികേടാണ്, ദുർഗന്ധം വമിക്കുന്നുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി അടിമസ്ത്രീയുടെ കൂടെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന രാജകുമാരി ഇത് കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ദുർഗന്ധം വമിക്കുന്നുണ്ട്, ശരീരമാസകലം വൃത്തികേടായിട്ടുണ്ട്. ഇത് കണ്ട താമസം രാജകുമാരി തന്റെ അടിമസ്ത്രീയോട് പറഞ്ഞു, പെട്ടെന്ന് ഇയാളെ മാറ്റ്, പെട്ടെന്ന് ഇയാളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്, വൃത്തികേടാണ്, ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും നേരെ അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് ബാത്റൂമിൽ ചെന്ന് കുളിച്ച് വൃത്തിയാകുമ്പോഴേക്കും ആ ദുർഗന്ധം പുരട്ടിയ, ആ അവശിഷ്ടങ്ങൾ പുരട്ടിയ ശരീരത്തിന്റെ സർവ്വഭാഗങ്ങളിൽ നിന്നും അല്ലാഹു തആല അത്ഭുതകരമായി കസ്തൂരിയുടെ സുഗന്ധം അല്ലാഹു നൽകാൻ തുടങ്ങി. അന്ന് മുതലാണ് എന്റെ ശരീരത്തിൽ കസ്തൂരിയുടെ സുഗന്ധം തുടങ്ങിയത്. ഞാൻ പോകുന്ന വഴിയിൽ കസ്തൂരിയുടെ സുഗന്ധമുണ്ടായത്. അന്ന് രാത്രി ഉറക്കത്തിൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ എനിക്കൊരു സ്വപ്നം കാണുകയുണ്ടായി. ജീവിതത്തിൽ ഒരാളും ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനൊരു ചരിത്രം വേറെയില്ല. ഇന്ന് മുതൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് കസ്തൂരിയുടെ സുഗന്ധം ഞാൻ നൽകുമെന്ന് സ്വപ്നത്തിലൂടെ ആരോ കടന്നു വന്ന അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പോൾ കസ്തൂരി എന്റെ വായയിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് നിർഘളിക്കുന്നുണ്ട്. മനോഹരമായ കസ്തൂരിയുടെ സുഗന്ധം അത് ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല. അങ്ങനെയാണ് അബൂബക്കർ എന്ന് പേരുള്ള ആ മനുഷ്യന് അബൂബക്കറുൽ മിസ്കി എന്ന് പറയുന്ന, കസ്തൂരിയുടെ അബൂബക്കർ എന്ന് പറയുന്ന പേര് ലഭിക്കാൻ കാരണമായത്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ പേടിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ നല്ല വെള്ള ചമയുന്നത് പോലെ നമ്മുടെ സ്വകാര്യ സമയത്തും അള്ളാഹുവിന് വേണ്ടി നന്നാവാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും. മുഅ്മിനീങ്ങളെ, അതിനേക്കാളും നല്ല പകരം അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല. ഈ കാഷ്ടത്തിന് പകരം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത് കസ്തൂരിയുടെ സുഗന്ധമാണ്. പെർഫ്യൂമിന്റെ ആവശ്യമില്ല, അത്തറിന്റെ ആവശ്യമില്ല, സുഗന്ധത്തിന്റെ ആവശ്യമില്ല, ബോഡി സ്പ്രേയുടെ ആവശ്യമില്ല. അള്ളാഹു പകരം നൽകിയതാണ്
മൻ തറക ലില്ലാഹി ശൈആ, അല്ലാഹുവിന് വേണ്ടി വല്ലതും ഒഴിവാക്കാൻ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ, അല്ലാഹുവിന് വേണ്ടി വല്ലതും ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു ദുനിയാവിലും അതിന്റെ പകരം നൽകും. മുഅ്മിനീങ്ങളെ, അതേപോലെ ആഖിറത്തിലും അല്ലാഹു അതിന്റെ പകരം നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ഒരു ചരിത്രം. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവം, അന്ന ഫതം മിൻ അഹ്ലിൽ മദീന, മദീനയിലുള്ള മനോഹരമായ മദീനയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചെറുപ്പക്കാരനാണ് അയാൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പള്ളിയിൽ സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കഥ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഒരു ദിവസം പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ ഉമർ തങ്ങൾ അന്വേഷിക്കാറുണ്ട്, എവിടെ പോയി ആ ചെറുപ്പക്കാരൻ എന്ന് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു പെണ്ണ് പ്രേമിച്ച കഥ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഫഅശിഖതുഹു ഇംറഅത്തുൻ മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിയായ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നി, ഈ ചെറുപ്പക്കാരനോട് പ്രേമം തോന്നി, പ്രണയം തോന്നി. എങ്ങനെയെങ്കിലും ഈ ചെറുപ്പക്കാരനെ കിട്ടണമെന്നുള്ള താല്പര്യമുണ്ടായി. തന്റെ ചങ്ങാതിമാരോടെല്ലാം കാര്യം പറഞ്ഞു വെച്ചു. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരൻ എനിക്ക് ഇഷ്ടമാണ്, നമ്പർ വാങ്ങിച്ചു തരോ, സെറ്റ് ചെയ്തു തരോ, എനിക്ക് ആ പെണ്ണിന് സെറ്റ് ചെയ്തു തരോ എന്ന് ചോദിക്കുന്നത് പോലെ, ചങ്ങാതിമാരെ സെറ്റ് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിന്റെ ക്ലാസ്മേറ്റിനെ പിടിച്ചുകൊണ്ട് പെണ്ണിന്റെ നമ്പർ വാങ്ങിക്കുന്നവർ, കുടുംബക്കാരെ പിടിച്ചുകൊണ്ട് നമ്പർ വാങ്ങിക്കുന്നവർ, നാട്ടുകാരെ പിടിച്ചുകൊണ്ട് നമ്പർ വാങ്ങിക്കുന്നവർ, എന്നിട്ട് അവരുടെ പിന്നാലെ പോയി ശല്യം ചെയ്ത് നമ്മൾ നിരന്തരമായ ഹറാം ചെയ്യുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കണം. ഒരു പെണ്ണിന് ചെറുപ്പക്കാരനോട് താല്പര്യം തോന്നിയിട്ട് തന്റെ വികാരം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കൂടെയുള്ള ചങ്ങാതിമാരായ സ്ത്രീകളോട്, ചങ്ങാതിമാരായ പെണ്ണുങ്ങളോടെല്ലാം അഭിപ്രായം ചോദിച്ചു. എങ്ങനെ അയാൾ എനിക്ക് കിട്ടും? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. തങ്ങൾ വരുന്നുണ്ട്. സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങൾ എത്തുമ്പോഴേക്കും ഞാൻ നിർത്തുന്നിരിക്കില്ല. നിങ്ങളുടെ ദുആ കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിരിയാം. എണിക്കാൻ പറയുമ്പോൾ ഈ വയസ്സായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണിക്കണമെന്നില്ല കേട്ടോ. വയസ്സായ പ്രായമുള്ള ആളുണ്ടാവും, കുട്ടികളുടെ കയ്യിലുള്ള പെണ്ണുങ്ങളുണ്ടാവും, ഓരൊക്കെ നിർബന്ധമായിട്ട് എണിക്കണമെന്നില്ല. ഇതൊരു ചെറിയൊരു റിലാക്സിന് വേണ്ടിയിട്ട് കുറെ സമയം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? നിങ്ങൾ എണിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഇരിക്കണം എന്നാണ്, കുറച്ച് സമയം ഞാൻ ഇരിക്കണം നിങ്ങൾ എണിക്കുമ്പോൾ. പക്ഷെ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് തയ്യാറായ ചരിത്രം മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് തെറ്റു ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കെ മാറി നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല ഉസ്താദെ, മാഷാ അല്ലാഹ്, നല്ല കാര്യം, നല്ല കാര്യം. പക്ഷെ കള്ളു കുടിക്കാൻ ചാൻസ് ഉണ്ടായിട്ട് കുടിച്ചിട്ടില്ലേ, അവിടെയാണ് നിങ്ങളുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ പ്രണയിച്ചിട്ടേ ഇല്ല, എങ്ങനെ പ്രണയിക്കും? അതിനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ പോലെ അന്നും കോളേജും സ്കൂളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രണയിക്കുമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ആളുകൾ പ്രണയിച്ചും കയ്യും പിടിച്ചും നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭൂതി തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളും അതേ ടീമിൽ പെട്ട ആൾ തന്നെയാണ്. അല്ലാതെ ഞാൻ പ്രണയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനം നടിക്കണ്ട. ചാൻസ് കിട്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ടോ? എങ്കിലും മാഷാ അല്ലാഹ് അഭിമാനിക്കാം. അല്ലാഹു ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിലുള്ള ഫിത്നയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു സലാമത്താകട്ടെ. ദീനിന്റെ ഫിത്നയിൽ നിന്ന്, ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു എല്ലാ ആളുകളെയും സലാമത്താകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള ആ ചെറുപ്പക്കാരനോട് പ്രണയം തോന്നിയ പെണ്ണ് അതിനു വേണ്ടിയിട്ട് കരുക്കൾ നീക്കുകയാണ്. എങ്ങനെയാളെ കിട്ടും?
അപ്പൊ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, നിനക്ക് ആ ചെറുപ്പക്കാരനല്ലേ വേണ്ടത്, ഞാൻ ശരിയാക്കി തരാം. എന്താ വഴി? നിനക്ക് കിട്ടിയാ പോരെ, ഞാൻ ശരിയാക്കി തന്നാ പോരെ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് കയ്യിലിങ്ങനെ വടിയും പിടിച്ചിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അല്ല മോനെ, എവിടേക്കായി പോകുന്നത് എന്ന് വെച്ചു. ഞാൻ വീട്ടിൽ പോവാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എന്നെ ഒന്ന് സഹായിക്കോ. എന്താണ് ഉമ്മ നിങ്ങളുടെ പ്രയാസം? ഈ സഹാബാക്കൾക്കൊക്കെ ഇങ്ങനെ ചാരിറ്റിയും കാരുണ്യ പ്രവർത്തനമൊക്കെ വലിയ ഇഷ്ടമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ വൃദ്ധകളായ പിതാവിനെ കുളിപ്പിച്ചിട്ട് വസ്ത്രം അലക്കി കൊടുത്തിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ലേ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളൊക്കെ. ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, പേരിന് വേണ്ടിയിട്ടൊന്നുമല്ല, സെൽഫി എടുക്കാനുമല്ല, അള്ളാഹുവിനെ വിചാരിച്ചു. അങ്ങനെ ഒരു വൃദ്ധയായ മാതാവ് എന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് എന്റെ വീട്ടിലൊരു ആടുണ്ട്, ആ ആട് കുറച്ച് വലിപ്പമുള്ള ആടാണ്, എനിക്കതിനെ കറന്നെടുക്കാൻ കഴിയുന്നില്ല, ഒന്ന് പാല് കറന്നു തരുമോ, ഒന്നെന്നെ സഹായിക്കുമോ? അദ്ദേഹം ആലോചിച്ചൊരു പെണ്ണല്ലേ, വൃദ്ധയായ ഒരു മാതാവല്ലേ, സഹായിച്ചാൽ അല്ലാഹു പ്രതിഫലം നൽകുമല്ലോ, അതുകൊണ്ട് ആയിക്കോട്ടെ, എവിടെയാണ്? എന്നിട്ട് പാല് കറന്നു കൊടുക്കാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ ഈ വൃദ്ധയായ ഉമ്മയുടെ കൂടെ നടന്നു. അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്, ഞാൻ ആടിനെയും കൊണ്ടുവരാം, നീ ഇവിടെ ഇരിക്കുമോനെ എന്ന് പറഞ്ഞു. ഒരു റൂമിലിരുത്തി. അങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് അകത്തെ വാതിലിലൂടെ ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോൾ മഹാനായ ആ ചെറുപ്പക്കാരൻ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നൊരു പെണ്ണ് കടന്നു വന്നപ്പോ ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. പെണ്ണാണെങ്കിൽ വാതിലിന്റെ കതകെല്ലാം അടച്ചുകൊണ്ട് ഇയാളോട് തന്റെ വൈകാരികമായ താല്പര്യം തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വെച്ച് സുലൈഖ ബീവി ചെയ്തതുപോലെ ഈ മനുഷ്യനെ തന്റെ മുറിയിൽ ആരാരും കാണാത്ത സമയത്ത് ഈ മുറിയിൽ വെച്ച് ശാരീരിക വൈകാരികമായ താല്പര്യം തീർത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. കുതറി മാറാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴേക്കും ഒരു നിലക്കും ഇയാൾ വശീകരിക്കുന്നില്ല, ഒരു നിലക്കും ഇയാൾ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ പെണ്ണ് നല്ല ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഒരു നിലക്കും ഇയാള് പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് തോന്നിയപ്പോ അയാൾ പെണ്ണിനോട് പറഞ്ഞു, ഇത്തഖില്ലാ അയ്യത്തുഹൽ മർഅ, അല്ലയോ പെണ്ണേ, നീ അല്ലാഹുവിനെ പേടിക്കണം പെണ്ണേ, ഇങ്ങനെ ചെയ്യരുത്, തോന്നിവാസങ്ങൾ കാണിക്കരുത്. പെണ്ണേ, നീ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹു കാണുന്നുണ്ടല്ലോ, ഇത് അല്ലാഹു അറിയുന്നുണ്ടല്ലോ, റബ്ബിനെ പേടിക്കണമെന്ന് പെണ്ണിനോട് പറഞ്ഞു. ഉടനെ തന്നെ ആ പെണ്ണിന് ഇയാൾ ഒരിക്കലും തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഉടനെ തന്നെ ആ പെണ്ണ് അട്ടഹസിക്കാൻ തുടങ്ങി. ഉറക്കെ അട്ടഹസിച്ചതാ, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്. പെണ്ണ് നേരെ വിഷയം മാറി, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അട്ടഹസിച്ചു. അയൽപ്പക്കങ്ങളിലുള്ള ആളുകളൊക്കെ കേൾക്കത്തക്ക രീതിയിൽ അട്ടഹസിച്ചു, എന്നെ ഒരാൾ പീഡിപ്പിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ഒരാൾ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാതെ പാതി. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോടുന്നവരാണ് നമ്മള്, അല്ലെ? കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുത്തോടാണ്. കാള പൊറൂല എന്ന് ചിന്തിക്കൂല. കാളല്ലേ, കാള പൊറൂലല്ലോ, അങ്ങനെ ചിന്തിക്കൂല. കാള പെറ്റോ, എന്നാ പിന്നെ അങ്ങോട്ട് കയറെടുക്കന്നെ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ടീമാ. സത്യസന്ധത എന്ത്, യാഥാർത്ഥ്യം എന്ത് എന്ന് ചിന്തിക്കാൻ നമ്മൾ ആളാരും തയ്യാറാകുന്നില്ല. രാത്രി ആരെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന കണ്ട പിടിച്ച് പൊട്ടിക്കൽ തന്നെ. ഇത് മതിൽ ചാടാൻ വന്ന കേസ് തന്നെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ. പാവം ആരെങ്കിലും യാത്രയ്ക്കിടെ കാറിൽ ഇങ്ങനെ കൊണ്ടുപോയി, ഇവിടെ ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടം വരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടതായിരിക്കും. നാട്ടുകാരൊക്കെ പിടിച്ചു അടിച്ചു പൊട്ടിച്ചു സത്യം പറയണമെന്നൊക്കെ പറഞ്ഞ് ചോരൊക്കെ വന്നു. വീടൊക്കെ എടുത്തിട്ട് അയാൾ മതിൽ ചാടാൻ വന്ന ആളാണ്. പൊന്നാര മുഅ്മിനീങ്ങളെ, എന്തിപ്പോ അത് നിങ്ങൾക്ക് കിട്ടിയത്? യാഥാർത്ഥ്യം മനസ്സിലാവാതെ, സത്യസന്ധത മനസ്സിലാവാതെ മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരരുത്. ഇനി യാഥാർത്ഥ്യം മനസ്സിലായാലും മറച്ചു വെക്കാൻ ശ്രമിക്കുക.
ഒരുപാട് കേസുകൾ നിരന്തരമായി നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഏത് കേസാണ് സത്യസന്ധമാണ് എന്ന് തന്നെ വിശ്വസിച്ച് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ വരെ അത് നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതിന് പകരം യാതൊരു ഉറപ്പുമില്ലാത്ത പച്ചക്കള്ളങ്ങൾ, കല്ലുവെച്ച നുണകളെ വിശ്വസിച്ചുകൊണ്ട് പർവ്വതീകരിച്ചുകൊണ്ട് നിങ്ങൾ അനാവശ്യമായി സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാറില്ലേ? എന്താ നിങ്ങളുടെ നിങ്ങൾ മീൻസ് നിങ്ങളല്ല, ഈ സോഷ്യൽ മീഡിയകളിലുള്ള ചില സൈബർ പോരാളികളുണ്ട്. നിങ്ങൾക്കൊക്കെ എന്താ പണി? വേറൊരു പണിയില്ലേ? അതൊക്കെ മാറ്റിവെച്ചിട്ടൊന്ന് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങിക്കൂടെ? 24 മണിക്കൂറും ഇതിൽ കുത്തിയിരിക്കുക. എന്തെങ്കിലും കിട്ടിയാൽ കൊട്ടിഘോഷിക്കുക. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ വല്ല പിഴവും വന്ന മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ക്ലിപ്പുണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഇട്ടിട്ട് അയാളെ കട്ട് താറടിക്കുക. എന്ത് നേടി നിങ്ങൾ? എന്ത് കിട്ടി നിങ്ങൾക്ക് ഇതുകൊണ്ട്? അവസാനം നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ലിപ്പുണ്ടാക്കിയവർക്ക് ലഭിച്ചു, അവർ സ്വർഗത്തിൽ എത്താൻ കാരണമായി എന്നല്ലാതെ നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടായോ? ഈ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്തതിൽ, വാട്സാപ്പിൽ കൊണ്ടുപോയി ഷെയർ ചെയ്തതിൽ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. ഓ മുഅ്മിനീങ്ങളെ, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. നിങ്ങൾക്കൊരു വാർത്ത കിട്ടിയാൽ നിങ്ങൾ അത് പരിശോധിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണം. ഫതബയ്യനു, നിങ്ങൾ പഠിക്കണം അതിനെക്കുറിച്ച്. ഏതെങ്കിലും ഒരു പെൺകേസ് വന്നാൽ, ഏതെങ്കിലും ഒരു അഴിമതി കേസ് വന്നാൽ, കട്ടുവെന്നോ മോഷ്ടിച്ചുവെന്നോ അഴിമതി നടത്തിയെന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടാൽ, പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ കേട്ടാൽ അപ്പോഴേക്കും 4-5 ആളുകൾ കൂടി അടിച്ച് ഇടിച്ച് പുറത്താക്കലല്ല, വലിച്ചെറിയലല്ല. അതിന്റെ യാഥാർത്ഥ്യം ഫതബയ്യനു, സത്യസന്ധമായി നിങ്ങൾ പഠിക്കണം. എന്താ നടന്നത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ കഥ നടക്കാൻ പോകുന്നത് നമ്മളാണെങ്കിൽ യാ അല്ലാഹ്, ഇയാൾക്ക് തെമ്മാടിയുടെ മുദ്ര കുത്തി ഇയാളുടെ കയ്യും കാലും പൊളിച്ച് അയാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇയാളെ നമ്മൾ ഒഴിവാക്കുമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടുകാരായിരുന്നെങ്കിൽ, സദാചാര പോലീസുകാർ നമ്മുടെ നാട്ടിലില്ലേ? സദാചാര പോലീസുകാർ, സദാചാര ഗുണ്ടകൾ, പോലീസുകാരെ വെല്ലുന്ന പോലീസുകാർ നമ്മുടെ നാട്ടിലില്ലേ? ഇവരൊക്കെ എല്ലാ തോന്നിവാസത്തിന്റെ കേന്ദ്രമായിരിക്കും ഈ സദാചാര പോലീസുകാർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സദാചാര പോലീസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടല്ലോ, നാട്ടിൽ ആരെന്ത് ചെയ്താലും പെട്ടെന്ന് വന്നിട്ട് അയാളെ അടിക്കാനും പിടിക്കാനും ദേഷ്യപ്പെടാനും ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും വരുന്നൊരു വിഭാഗം ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തായിരിക്കും സകല തിന്മയുടെയും കേന്ദ്രം. അവരുടെ ഭാഗത്തില്ലാതെ തെമ്മാടിത്തരുണ്ടാവില്ല. വ്യഭിചാരം ഉണ്ടാകും, കള്ളുകുടി ഉണ്ടാകും, മയക്കുമരുന്നുണ്ടാകും, കഞ്ചാവ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. എന്നിട്ട് ഇവരാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റു ചെയ്യുന്ന അറിയുമ്പോഴേക്കും പള്ളിയിലേക്കും നാട്ടിലേക്കും മദ്രസയിലേക്കൊക്കെ മാർച്ച് ചെയ്തിട്ട് അടിക്കാനും പിടിക്കാനും വെട്ടാനൊക്കെ വരുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതൊക്കെ പുറത്തെത്തുന്നത്. അത്രത്തോളം തെമ്മാടിത്തരത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കും. അപ്പൊ ഈ പെണ്ണ് ഉടനെ തന്നെ അട്ടഹസിച്ചു പറയുകയുണ്ടായി, ഓടി വരൂ, ഓടി വരൂ, എന്നെ ഒരാൾ പീഡിപ്പിക്കുകയാണ്, എന്നെ ഒരാൾ ആക്രമിക്കുകയാണ്. ഫജാഉ, അയൽപക്കങ്ങളിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഓടി വന്നു. എന്താണ് ശബ്ദം, എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി. ഫഖാലത്, ആ പെണ്ണ് പറഞ്ഞു, ഇന്ന ഹാദാ ദഖല അലയ്യ യുരീദുനി അൻ നഫ്സി. എന്റെ ശരീരത്തെ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ചൂഷണം ചെയ്യാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയ ചെറുപ്പക്കാരനാണിത്. ഞാൻ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളോട് സഹായം ചോദിച്ചതാണ് എന്ന് ആ പെണ്ണ് ഉറക്കെ ഈ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറഞ്ഞു. ചാടി വീണു നാട്ടുകാർ. പിന്നെ ഒരു നിമിഷം, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, സത്യസന്ധാണോ, അത് കേൾക്കാൻ പോലും നിൽക്കാതെ നാട്ടുകാരെല്ലാം ചാടി വീണു. കഴിവിന്റെ പരമാവധി നന്നായി അടിച്ച് കൈയും കാലുമെല്ലാം ബന്ദിയാക്കിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് എത്തി, പള്ളിയിലേക്ക് എത്തി. സുബ്ഹി നിസ്കാരമാകുമ്പോഴേക്കും ഇയാൾ പള്ളിയുടെ മുമ്പിലുണ്ട്. ഫലമ്മാ സല്ലാ ഉമറുൽ ഖദാത്ത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ പാവപ്പെട്ട സാധു ഇങ്ങനെ കൈയും കാലും ബന്ദിയായി, ശരീരത്തിൽ നിന്ന് കൈകാലുകളിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ അയാളെ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്ത് കാണാനിടയായി. ഇത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത വിഷമം തോന്നി. അല്ലാഹുവേ, ഇയാളെ കുറിച്ച് നല്ലൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു, നല്ലൊരു അഭിപ്രായമുണ്ടായിരുന്നു എനിക്ക്. എന്റെ ഈ അഭിപ്രായത്തെ നീ തെറ്റിക്കരുത് റബ്ബേ. ഞാൻ ഇയാളെ കുറിച്ച് നല്ലവനാണ് എന്ന് വിചാരിച്ചിരുന്നു റബ്ബേ. ആ വിചാരത്തെ നീ തെറ്റിക്കരുത് റബ്ബേ. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഫഖാൽ, മാലക്കും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. കൂടെയുള്ള ആളുകളോട്, കൊണ്ടുവന്ന സദാചാര ഗുണ്ടകളോട്, സദാചാര പോലീസുകാരോട് ഉമർ തങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവം? അവര് പറഞ്ഞു, രാത്രിയായപ്പോൾ ഒരു പെണ്ണ് സഹായിക്കണേ എന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കടന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹസിക്കുന്നത് കേൾക്കാനിടയായി.
അങ്ങനെ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ആ പെണ്ണിന്റെ സമീപത്ത് ഈ മനുഷ്യനെ കാണാനിടയായി. ഉമർ തങ്ങളെ, ഞങ്ങൾ നന്നായി അടിച്ചു, ഞങ്ങൾ നന്നായി പെരുമാറി, നിങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവന്നതാണ് ഉമറേ. ഉമർ തങ്ങളെ എന്ന് പറഞ്ഞ് അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അസ്ദിഖ്നി, മോനെ എന്താ സംഭവിച്ചത്, സത്യം പറ, അങ്ങനെ നടന്നിട്ടുണ്ടോ, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ വൃദ്ധയായ ഒരു മാതാവ് പാല് കറന്നു തരാൻ വേണ്ടി, ആടിൽ നിന്ന് പാല് കറന്നു തരാൻ വേണ്ടി എന്നെ വിളിച്ച് ഒരു മുറിയിലാക്കി. ആ മാതാവ് പോയി, ആ ഉമ്മ പോയി. ആ റൂമിലേക്ക് കടന്നു വന്നത് ഈ പെണ്ണാണ്. ഉമർ തങ്ങളെ, ഈ പെണ്ണാണ്. വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ മാറി നിന്നതാണ്. അവളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അടവ് മാറ്റി ഞാൻ പീഡിപ്പിക്കാൻ വന്ന പീഡകനാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒച്ച വെച്ചതാണ്. ഒന്നും ചോദിക്കാതെ സദാചാര പോലീസുകാരനെ പെരുമാറിയതാണ്. ഉമർ തങ്ങളെ, നിങ്ങൾ വിശ്വസിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു. ഉമർ തങ്ങൾ ചോദിച്ചു, ആ പെണ്ണിനെ കണ്ടാൽ നിനക്കറിയുമോ? വൃദ്ധയായ ഉമ്മയെ കണ്ടാൽ നിനക്കറിയുമോ? അതഅരിഫുൽ അജൂസ, വൃദ്ധയായ ഉമ്മയെ കണ്ടാൽ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ഫഖാല നഅം, എനിക്കറിയാം ആ ഉമ്മയെ കണ്ടാൽ. ഇൻ റഅയ്തുഹാ അറഫ്തുഹാ, ആ ഉമ്മയെ കണ്ടാൽ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഫഅർസല ഉമറു ഇലാ നിസാഇ, അല്ലാഹു മഹാനായ ഉമർ തങ്ങൾ ആ നാട്ടിലുള്ള എല്ലാ വൃദ്ധരായ ഉമ്മമാരെയും നേരെ മദീന പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവരികയുണ്ടായി. എല്ലാ പെണ്ണുങ്ങളെയും എല്ലാ വൃദ്ധരായ ഉമ്മമാരെയും കൊണ്ടുവന്നു. ഫജീഅ ബിഹിന്ന ഫലമ്മാ മർറത് ഹാദിഹിൽ അജൂസ്, വൃദ്ധയായ ആ മാതാവ്, ഇന്നലെ രാത്രി വഴിതടഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയ ആ മാതാവ് വടിയും കുത്തി നേരെ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹാദിഹി ഹിയ യാ അമീറുൽ മുഅ്മിനീൻ, മഹാനായ ഉമർ തങ്ങളെ, ഇതാണ് ആ പെണ്ണ്, ഇതാണ് ആ മാതാവ്, എന്നെ തെറ്റിദ്ധരിപ്പിച്ച മാതാവ് ഇതാണ് അമീറുൽ മുഅ്മിനീൻ. ഉടനെ തന്നെ മഹാനായ ഉമർ തങ്ങൾ ആ പെണ്ണിനെ പേടിപ്പിച്ച് സത്യം പറയണം, സത്യം പറയണം, എന്താണ് സംഭവിച്ചത്? അപ്പോഴേക്കും ആ മാതാവ് വെള്ളം പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു പെണ്ണ് വശീകരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഇയാള് പറഞ്ഞതുപോലെയുള്ള യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തപ്പോ ഫഖാല ഉമറു, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. അല്ലദീ ജഅല ഫീനാ ശബീഹ യൂസുഫ് അലൈഹിസ്സലാം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാളെ എന്റെ സമുദായത്തിൽ കാണിച്ചു തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സമാനമാണല്ലോ ഇത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഇതുപോലെയല്ലേ? അൽഹംദുലില്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത പ്രവർത്തനം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ചെയ്തത് കണ്ടുകൊണ്ട് മരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ, പ്രണയത്തിന്റെ, പ്രേമത്തിന്റെ, ഒളിച്ചോട്ടത്തിന്റെ, അവിഹിത ബന്ധങ്ങളുടെ, മതിൽച്ചാട്ടങ്ങളുടെ, മോഷണത്തിന്റെ കഥകൾ കേട്ടാൽ ഒറ്റയടിക്ക് ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതിന് പകരം എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ കോണുകളിൽ നിന്നും എന്താണ് സത്യാവസ്ഥ, എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് എല്ലാ ഭാഗത്തു നിന്നും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേട്ടാൽ പോരാ. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്, ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേൾക്കും, ഈ ഭാഗത്തുള്ളതൊന്നും കേൾക്കൂല. അതാണ് പല കേസുകളിലും നടക്കുന്നത്. ഇവിടെ നമ്മൾ സത്യസന്ധമായി പുലരേണ്ട പല കേസുകളിലും നടക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് മാത്രം കേൾക്കുന്നത് കൊണ്ടാണ്. എല്ലാ ഭാഗത്തു നിന്നും സത്യസന്ധമായി വിശാല മനസ്കതയോടെ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിരപരാധികളായ ആളുകളെ രക്ഷപ്പെടുത്താനും നമ്മൾക്ക് കഴിയും. മുഅ്മിനീങ്ങളെ, ഒരു മഹല്ലിന്റെ ഉത്തരവാദമുള്ള സ്ഥാനങ്ങളുള്ള ആളുകൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഒരു നാട്ടിലെ പൗരപ്രമാണികരായ, കുടുംബത്തിലെ ഉന്നത സ്ഥാനത്തുള്ള പ്രമാണികളായ ആളുകൾ, കുടുംബത്തിലെ തറവാട്ടിലെ നേതാക്കന്മാർ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, മഹല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, രണ്ട് വിഭാഗം ആളുകളിൽ നിന്നും രഹസ്യമായി കാര്യങ്ങൾ പഠിക്കണം. സത്യസന്ധമായി എന്താണ് ഇവിടെ നടന്നത് എന്ന് പഠിച്ചിട്ട് സത്യസന്ധമായി നീതിയോടുകൂടി തീരുമാനമെടുക്കണം. നമ്മെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, ഇതുപോലെ
ഇതുപോലെയുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. വാട്സപ്പ് മെസ്സേജിലൂടെ പഠിക്കുന്ന കോളേജുകളിൽ വെച്ച്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെച്ച്, യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കള്ളുകുടിക്കാനും വ്യഭിചരിക്കാനും ഹറാം ചെയ്യാനും കഞ്ചാവ് ഉപയോഗിക്കാനും എന്ത് തോന്നിവാസങ്ങൾക്കുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാവുക. അള്ളാഹുവേ, ഹറാമിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. എന്റെ കണ്ണുകളെ, എന്റെ ചെവിയെ, എന്റെ കൈകാലുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കാതിരിക്കില്ല. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. സത്യവിശ്വാസികളുടെ രക്ഷിതാവ് അള്ളാഹുവാണ്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കാതിരിക്കില്ല. ദീനിയായ വിഷയങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. അല്ലാഹു വലിയുല്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആളുകളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി അള്ളാഹു തുറന്നു തരും. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ നൂർ, അള്ളാഹുവിന്റെ പ്രകാശം വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ കിതാബ് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ കിതാബ്? എന്തിനാണ് ഈ നൂറ്? യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സന്മാർഗം നൽകാനാണ്. ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി. അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടി, അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി എല്ലാവിധ അരുതായ്മകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനാണിത്. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹുവാണ്. കേൾക്കണേ മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ചില ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നൊരാൾ പറഞ്ഞു. തുമ്മസ്തഖാമൂ. പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കാനില്ല, അവർക്ക് വിഷമിക്കാനില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ അവർ പെട്ടുപോകൂല. വശീകരിക്കാൻ ആളുകൾ വന്നാൽ, നമ്മെ തകർക്കാൻ ആളുകൾ ശ്രമിച്ചാൽ, ഹണി ട്രാപ്പ് നടത്തിയാൽ നമ്മൾ പെട്ടുപോകൂല. കാരണം നമ്മൾ അള്ളാഹുവിനെ വിചാരിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെന്നില്ലാത്ത സഹായം അള്ളാഹു നൽകും, ഒരു കരുത്തു നൽകും. ആരാരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ മാനികമായി പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിനെ ഭയക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അദാഉ മഫ്തറല്ലാഹ് വതർകു മാ ഹറമല്ലാഹ്. ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. അല്ലാഹു പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. വഖൂലു ഖൗലൻ സദീദാ. വളരെ മാന്യമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ തഖ്വയുള്ളവരാണ്. വളരെ മാന്യമായി നിങ്ങൾ സംസാരിക്കണം. നല്ല വാക്കേ പറയാൻ പാടുള്ളൂ. സ്വർഗത്തിലൊരു കൊട്ടാരുണ്ടെന്ന് അകത്തു നിന്ന് നോക്കിയ പുറത്തുള്ളത് കാണും, പുറത്തു നിന്ന് നോക്കിയ അകത്തുള്ളത് കാണും. അങ്ങനെ ഒരു കൊട്ടാരം അല്ലാഹു അത് ആർക്കാ നൽകുന്നത്? ലിമൻ അത്വാബൽ കലാമ. മാന്യമായി സംസാരിക്കുന്നവർ. ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ. നോമ്പ് നിത്യമായി നോമ്പെടുക്കുന്നവർ, സുന്നത്ത് നോമ്പുകളൊക്കെ വർദ്ധിപ്പിക്കുന്നവർ. പിന്നെ രാത്രിയായാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. ഈ ആളുകൾ അല്ലാഹു ഒരു കൊട്ടാരം. അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തുള്ള സർവ്വതും കാണും. 2000 വർഷം നോക്കിയാൽ തീരാത്ത സൗകര്യം ഏറ്റവും സ്വർഗത്തിലെ ചെറിയ സ്ഥാനക്കാർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ 2000 വർഷം നോക്കിയാൽ തീരാത്തത്ര സ്ഥലം ഏറ്റവും ചെറിയ സ്ഥാനക്കാർക്ക് അല്ലാഹു നൽകും. ആ 2000 വർഷത്തെ നോട്ടുണ്ടല്ലോ, അത് അയാൾക്ക് 2000 വർഷം യാത്ര ചെയ്യണമെന്നില്ല നോക്കാൻ. ആ 2000 വർഷത്തിന്റെ ആ വിസ്തൃതി, ആ
ആ ഒരു വിസ്തീർണം, ഈ ബോക്സ് ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ 2000 വർഷം അപ്പുറത്തുള്ള സ്ഥലവും കാണുന്നു. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ദൂരത്തുള്ളതൊന്നും തിരിയില്ല. ഇവിടെ ഉള്ള ഇത് കാണുന്നത് പോലെയല്ല, അവിടെയുള്ള കസേര കാണാൻ ഇത് കാണുന്നത് പോലെയല്ല. പക്ഷെ സ്വർഗത്തിൽ എങ്ങനെയല്ല, ഇത് കാണുന്നതും ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ളത് കാണുന്നു ഒരേപോലെ ആയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2000 വർഷത്തിന്റെ ആ ഒരു വിസ്തീർണമുള്ള സ്ഥലം ഒരേ നോട്ടത്തിൽ കാണാൻ കഴിയുമെന്നാണ്.